നിയമസഭയിൽ വെച്ച് മറ്റു ചില ഏജൻസികൾ കൂടി നേരത്തെ ഈ അന്വേഷണം നടത്തിയിരുന്നു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അന്ന് ഞാൻ ചോദിച്ചു ഏതെല്ലാം ഏജൻസികളാണ് അന്വേഷിച്ചതെന്ന് മുഖ്യമന്ത്രി പറയണമെന്ന് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി മൗനം പാലിച്ചു. ഇപ്പോൾ കർണാടക ഹൈക്കോടതി വിധിയിൽ 2021 ജനുവരിയിൽ ED നൽകിയ വിവരം അനുസരിച്ചിട്ടാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഈ കാര്യം അന്വേഷിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് 2021 ED ഈ കേസ് അന്വേഷണം ആരംഭിച്ചിരുന്നു. വ്യക്തമാണല്ലോ. എന്നിട്ട് എങ്ങനെയാണ് 3 കൊല്ലക്കാലം ഈ ED അന്വേഷണത്തെ മൂടി വെച്ചത്? തോട്ടപ്പള്ളി മുതൽ ആറാട്ടുപുഴ പ്രദേശത്ത് നടക്കുന്ന ഖനനം പ്രോപ്പറായി നടന്നാൽ ഈ നാട്ടിലെ ഒരു പുതിയ തലമുറ എങ്ങോട്ടും നാട് വിട്ടു പോകേണ്ട കാര്യം വരില്ല. ഈ നാട്ടിൽ കാശില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആർക്കെതിരെയും സമരം ചെയ്യേണ്ടതും വരില്ല. ഈ നാടിൻ്റെ അത്രയും വലിയ സമ്പത്ത് ആർക്കോ കൊള്ളയ്യാൻ നിന്ന് കൊടുത്തുകൊണ്ട് നമ്മുടെ നാട് കടക്കണിയിലൂടെ മുമ്പോട്ട് പോവുകയാണ്. ഈ 40,000 കോടിയെന്ന് ഞാനിപ്പോൾ പറഞ്ഞത് 2019 ശേഷമാണ്. ഇതുവരെ ഈ അന്വേഷണ പരിധിയിൽ ഒന്നും വരുന്ന കാലഘട്ടമല്ല എന്നും കൂടെ പ്രത്യേകം ഓർക്കണം. അപ്പോൾ അത്രയും ഗൗരവമുണ്ട്. ഇതൊരു മാസപ്പടി ഒന്നുമല്ല, അല്ലെ മുഖ്യമന്ത്രി വീണ വിജയൻ ഇതൊന്നുമല്ല. അതിനപ്പുറത്തേക്ക് ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്ത് നടക്കുന്നൊരു വലിയ കൊള്ളയെ തടയിടുക എന്നുള്ളതാണ് ഈ അന്വേഷണത്തിൻ്റെ ഒന്നാമത്തെ ഉദ്ദേശം. പരാതിയുടെയും ഒന്നാമത്തെ ഉദ്ദേശം അത് തന്നെ. നമസ്കാരം, പയൻ ഡിബേറ്റിലേക്ക് സ്വാഗതം. ഒരു വശത്ത് CMRL കമ്പനിയിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ മകൾ വാങ്ങിയത് മാസപ്പടിയാണോ എന്ന അന്വേഷണം, മറുവശത്ത് CMRL കമ്പനിക്കായി കരിമണൽ കിട്ടാൻ പിണറായി സർക്കാർ കൂട്ടുനിന്നെന്ന ആരോപണം. രണ്ടും ചെന്നെത്തുന്നത് ഒരിടത്ത്. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുമായി കരാറിൽ ഏർപ്പെട്ടത് സംസ്ഥാനത്തിന്റെ ധാതു സമ്പത്ത് കൊള്ളയടിച്ച് കോടികൾ ലാഭമുണ്ടാക്കുന്നതിന് CMRL കമ്പനിക്ക് സർക്കാരിൽ നിന്ന് തടസ്സമുണ്ടാകാതിരിക്കാനല്ലേ? ED അന്വേഷണം മുതൽ SFIO അന്വേഷണം വരെ നേരിടുന്ന എക്സാലോജിക്, കരിമണൽ കിട്ടാൻ രാഷ്ട്രീയക്കാർക്ക് കോടികൾ നൽകാൻ മടിയില്ലാത്ത CMRL, SFIOയുടെ അന്വേഷണത്തേക്ക് ആലപ്പുഴ തോട്ടപ്പള്ളിയിലെ കരിമണൽ കൊള്ള കൂടി വരുമ്പോൾ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു, മാസപ്പടിക്കും അപ്പുറം കരിമണലോ? പ്രൈം ഡിബേറ്റിൽ അഡ്വക്കേറ്റ് MR അഭിലാഷ്, പൊതുപ്രവർത്തകൻ ശ്രീ CR നീലകണ്ഠൻ, CPM സഹയാത്രികൻ ശ്രീ M ജയചന്ദ്രൻ എന്നിവർ ചേരുകയാണ്. ആദ്യം ശ്രീ CR നീലകണ്ഠൻ, ഇപ്പോൾ ഈ എക്സാലോജിക് CMRL ഇടപാട്, മാസപ്പടി, SFIO അന്വേഷണം, ഇതിലേക്കൊക്കെ ഇപ്പോൾ തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനനം കൂടി കടന്നു വരികയാണല്ലോ. ഷോൺ ജോർജ് SFIOയ്ക്ക് പരാതി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അന്തരീക്ഷത്തിലുണ്ടായിരുന്നു ഈ കാര്യങ്ങളൊക്കെ. തോട്ടപ്പള്ളി സ്പിൽവേക്ക് മുന്നിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കരിമണൽ, അത് വെള്ളത്തിൻ്റെ സുഗമമായ ഒഴുക്കിന് വേണ്ടി നീക്കം ചെയ്യുവാനായിട്ട് 2019 നൽകിയ ഉത്തരവ്, അതിൽ ചില ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. അതുപ്രകാരം KMML-നും IRAയ്ക്കും കിട്ടേണ്ട ധാതുമണൽ എവിടെ പോയി? ആ ഇൽമനേറ്റ് എവിടെ പോയി? അത് CMRL-ലേക്ക് എത്തിയില്ലേ? ഇക്കാര്യം കൂടി അന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക് വരുമെന്നുള്ള പ്രതീക്ഷ താങ്കൾക്കുണ്ടോ ഷോൺ കൊടുത്ത ഈ പരാതിയിലൂടെ? പക്ഷേ ഇത് വരേണ്ടതല്ലേ? ഇതല്ലേ യഥാർത്ഥ മാസപ്പടിക്ക് പകരമായി കിട്ടിയിരിക്കുന്ന സേവനം? തീർച്ചയായിട്ടും ഞാൻ തുടക്കം മുതൽ തന്നെ ഇത് കേവലം മുഖ്യമന്ത്രിയുടെ മകൾക്ക് കൊടുത്ത മാസപ്പടിയുമായി മാത്രം ബന്ധപ്പെട്ട് കാണുന്ന ഒരു കാര്യമല്ല. കാരണം കഴിഞ്ഞ 25 കൊല്ലത്തിലേറെയായി ഈ കമ്പനി പെരിയാറിൽ നടത്തുന്ന മലിനീകരണം, മഞ്ജുഷിന് നല്ല ഓർമ്മയുണ്ടാവും, കൊച്ചിയിലുണ്ടായിരുന്ന കാലത്ത് പെരിയാർ മലിനീകരണത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന ഒരു കമ്പനിയാണ് CMRL എന്ന് ഞങ്ങൾക്കൊക്കെ നന്നായിട്ട് അറിയാം. ഹൈക്കോടതിക്ക് അറിയാം, സുപ്രീം കോടതിയുടെ പ്രത്യേക അന്വേഷണ സമിതിക്ക് അറിയാം. അതവിടെ നിൽക്കട്ടെ. മറുവശത്ത് ആലപ്പാട് ഖനനവും അതിനുശേഷം ആലപ്പുഴയിൽ ഖനനം നടത്തണം എന്ന തീരുമാനവും അതിനെതിരായ സമരവും കഴിഞ്ഞ 20 കൊല്ലമായി കൊണ്ടു നടക്കുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ. 2004 VM സുധീരൻ ഒരു തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്നത് ആലപ്പുഴയിലെ കരിമണൽ, അതാ സ്വന്തം പാർട്ടിക്കാരും സ്വന്തം മുന്നണിക്കാരും, ഞാനിപ്പോൾ അതിൽ വേറെ തർക്കത്തിനൊന്നും പോകുന്നില്ല, അവരൊക്കെ തന്നെയാണ്. പ്രശ്നം എന്താ? പ്രശ്നം വളരെ ഗുരുതരമായൊരു കാര്യമാണ്. ആലപ്പുഴയിൽ കരിമണൽ ഖനനമേ പാടില്ല എന്ന് 2004 മുതൽ വാദിക്കുന്ന അവിടുത്തെ സർവകക്ഷി യോഗം 2007 ചെങ്ങല പിടിച്ച
സഖാവ് എം എ ബേബി അന്ന് പാർട്ടി സെക്രട്ടറിയാണ്. എം എ ബേബിയും ഈ പറഞ്ഞ വി എം സുധീരനും അടക്കം ഞങ്ങളൊക്കെ വലിയ ചെങ്ങല പിടിച്ചാണ് ആലപ്പുഴ ആറാട്ടുപുഴ തീരത്ത് നിന്നത്. അവിടെ ഖനനമേ പാടില്ല, കായംകുളത്തിന് വടക്കോട്ട് ഖനനമേ പാടില്ല എന്ന് വളരെ കൃത്യമായി നിലപാടെടുത്തിരുന്നു, പാർട്ടി എടുത്തിരുന്നു, ഒക്കെ എടുത്തു. അതിൽ താല്പര്യക്കുറവുള്ള ആളുകൾ UDF-ലും LDF-ലും ഉണ്ടായിരുന്നു. ഞാനത് ഒരു ഇതായിട്ടും കാണുന്നില്ല. ഈ കർത്താവിനും അല്ലെങ്കിൽ ഇതുപോലെയുള്ള കമ്പനികൾക്കും ഇതെങ്ങനെയെങ്കിലും എത്തിച്ചു കൊടുക്കണമെന്ന് താല്പര്യമുള്ള ആളുകൾ. അതുകൊണ്ടാണ് മാസപ്പടിയിൽ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ പല പേരുകൾ, പല മുന്നണിയിലെ പല പേരുകൾ വന്നത്. അതിൽ ഈ കർത്ത എന്ന് പറയുന്ന ആൾ എത്ര പവർഫുള്ളാണ് എന്ന് ഞങ്ങൾക്ക് വളരെ മുമ്പേ അറിയാം. കർത്ത ഈ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഉദ്യോഗസ്ഥരെയും ഒക്കെ പിടിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ സ്പെസിഫിക്കായി അദ്ദേഹത്തിന് സ്വകാര്യ മേഖലയിൽ കരിമണൽ ഖനനം സാധ്യമല്ല എന്ന് 2019 കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനമെടുക്കുമ്പോൾ പിന്നെയുള്ള ഏക വഴി അത് വഴിതിരിച്ചു കൊണ്ടുപോകലാണ്. അതിനു വേണ്ടിയാണ് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള 2 വകുപ്പാണ് ഇതിൽ പ്രധാനം നമ്മൾ ആലോചിക്കണം. ഒന്ന് പരിസ്ഥിതി വകുപ്പ്, 2 ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് വകുപ്പ്. ഈ തോട്ടപ്പള്ളിക്ക് താഴെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് വകുപ്പ് ചെയ്യുന്ന കോമാളിത്തരം, ഒരു ഡിസാസ്റ്റർ ഇവിടെ മാറിയിട്ടില്ല. കാരണം തോട്ടപ്പള്ളി സ്പിൽവേ തന്നെ തകർന്നു കിടക്കുകയാണ്. അതിൻ്റെ എത്രയോ ഷട്ടറുകൾ പ്രവർത്തിക്കാതായിട്ട് എത്രയോ കൊല്ലമായി. അത് മൊത്തമായി അടയ്ക്കുന്നു. ആ ഫ്ലഡ് കാലത്തൊക്കെ അത് തുറക്കാൻ വേണ്ടി നമ്മൾ വലിയ എന്താ പറയുക JCB ഒക്കെ കൊണ്ടുവന്നിട്ടാണ് ചില ഷട്ടർ തുറന്നത്. അപ്പം ഈ തോട്ടപ്പള്ളിയിലെ മണൽ ഖനനം അവിടെ ആദ്യം തുറമുഖത്തിന് വേണ്ടി എന്ന് പറയുന്നു. ആ തുറമുഖത്തൊന്നും മത്സ്യബന്ധന ബോട്ട് പോലും എടുക്കാൻ പറ്റില്ല. തുറമുഖത്തിന് വേണ്ടി എന്ന് പറയുന്നു. രണ്ടാമത് അത് ഇപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ സ്വാമിനാഥൻ കമ്മിറ്റിയും IIT ഒക്കെ പഠിച്ചു എന്നൊക്കെ പറയുന്നത് അത് ഇതൊന്നുമല്ല. സ്വാമിനാഥൻ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായും വായിക്കുകയും അത് നടപ്പാക്കണമെന്ന് ആവശ്യപ്പെടുകയൊക്കെ ചെയ്ത ആളുകളാണ് ഞങ്ങൾ. ബി ചാനൽ എന്ന് പറയുന്ന അവിടെ അപ്പർ കുട്ടനാട്ടിലെ നിരവധി ചാനലുകൾ, കനാലുകൾ, AC കനാൽ അടക്കം നീരൊഴുക്ക് തടസ്സപ്പെട്ടിരിക്കുന്നുവെന്നും ചളി വന്നടിഞ്ഞിരിക്കുന്നുവെന്നും അതെടുക്കണമെന്നും അവിടെ നീരൊഴുക്ക് സുഗമമാക്കണം എന്നും പറഞ്ഞെടുത്ത് അതൊന്നും ചെയ്യാതെ ഈ തോട്ടപ്പള്ളി സ്പിൽവേ എന്ന് പറയുന്ന കടലോരത്ത് നിന്ന് മണലെടുക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ അതിനിപ്പോൾ 4 വർഷമായിട്ട് അവിടെ സമരം നടക്കുകയാണ്. ആ സമരത്തിൻ്റെ ഭാഗമാണ് ഞങ്ങൾ. കോവിഡ് കാലത്ത് കോവിഡ് നിയമം ഉപയോഗിച്ച്, പോലീസിനെ ഉപയോഗിച്ച് എല്ലാ സംവിധാനങ്ങളും കൊണ്ടുവന്ന് അവിടെ മണൽ വാരിയാണ്. ശരിയാണ്. അത് ഈ ഉത്തരവാണ്. ഈ ഉത്തരവ് പ്രകാരമാണ് 2019 മെയ് 31-ാം തീയതിയിലെ ഈ ഉത്തരവാണ് ഇപ്പോൾ SFIയുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. 31/5/2019 വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവ്. പക്ഷേ ശ്രീ CR നീലകണ്ഠൻ, ഇതിലൊക്കെ സർക്കാരിന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് CPM-ന്റെ വാദം, അതുപോലെ തന്നെ മന്ത്രിമാരുടെ വാദം ഒക്കെ ഉണ്ടല്ലോ. P രാജുവൊക്കെ നേരത്തെ ഈ വാദം ഉന്നയിച്ചതാണ്. ഇവിടെയൊന്നും CMRL എന്നുള്ള പേരില്ല. അതാണല്ലോ എടുത്തു പറയുന്ന കാര്യം. CMRL-ന് ഞങ്ങൾ ആരും കരിമണൽ ഖനനത്തിനുള്ള അനുമതി കൊടുത്തില്ല, അതൊരു സ്വകാര്യ കമ്പനിയാണ്. ഇതൊക്കെയാണ് ന്യായം. പക്ഷേ IRE-ക്കും KMML-നും നൽകിയിരിക്കുന്ന ഈ അനുമതി അത് വളഞ്ഞ വഴിയിലൂടെ അല്ല, CMRL-ന് ആവശ്യമുള്ള ഇൽമനേറ്റ് ആ കമ്പനിയിലേക്ക് എത്തുന്നു. ഈ ഒരു ഇടപാടിന്റെ കാലത്ത് KMML നഷ്ടത്തിലേക്ക് പോകുന്നു, CMRL ലാഭത്തിലേക്ക് കുതിച്ചു ചാടുന്നു. കോമൺ സെൻസ് ഉള്ള ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്നതാണല്ലോ ഈ ഉത്തരവിന്റെ പിന്നിൽ എന്താണെന്ന്. മഞ്ജുഷേ, ഒറ്റ കാര്യം, KMML-നോട് ഒറ്റ ചോദ്യം ചോദിച്ചാൽ മതി. കഴിഞ്ഞ 4 വർഷമായി അവരെടുത്ത മണൽ, അവരുണ്ടാക്കിയ ഇൽമനേറ്റ്, അവരുണ്ടാക്കിയ ടൈറ്റാനിയം ഡയോക്സൈഡ്, അവർ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ടൈറ്റാനിയം സ്പോഞ്ച്, അതിൻ്റെ അളവൊന്ന് പബ്ലിഷ് ചെയ്യാൻ പറഞ്ഞാൽ മതി. ഒരു കണക്കും ഉണ്ടാവില്ല. അവിടെ ചെയ്യുന്ന ചതി ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്കറിയാം. പലപ്പോഴും അവിടുത്തെ സമരസമിതിക്കാരും പറഞ്ഞിട്ടുണ്ട്. ഈ KMML വരുന്ന മണൽ, അവിടെ മിനറൽ സെപ്പറേഷൻ പ്ലാന്റ് ഉണ്ട്. മിനറൽ സെപ്പറേറ്റ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യും? ബാക്കിയുള്ള മണൽ തീരത്ത് കൊണ്ടിടണമെന്ന നിയമം. പക്ഷെ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ യഥാർത്ഥ ഇൽമനൈറ്റ് ബാക്കിയുള്ള മണൽ എന്ന് പറഞ്ഞുകൊണ്ട് KMML ഒരു കണക്കുമില്ല. ഞാൻ പരിശോധിച്ചു, RTA വെച്ചതാ, ഒരു കണക്കും അവരുടെ ഇല്ല. എത്ര ലോറി വന്നു, എത്ര ലോറി പോയി, എത്രയാണ് ഓരോ ലോറിയുടെ വെയിറ്റ്, എത്രയാണ് ഇവിടുത്തെ ഉൽപ്പാദനം, ഒരു കണക്കുമില്ല. എന്ന് പറഞ്ഞാൽ KMML-നെ മുമ്പിൽ നിർത്തി, IRE ഒരു പരിധിവരെ പൊതുമേഖല എന്ന് പറയുന്ന വിശുദ്ധ പശുവിനെ മുമ്പിൽ നിർത്തി അവിടെ അതുവഴി ഈ കർത്താവിന്, കാരണം ഇവിടെ ഖനനം ചെയ്താലേ ഇവിടെ KMML-ന് കൊടുക്കാൻ കിട്ടുകയുള്ളൂ. ശരിയാണ്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ M. ജയചന്ദ്രൻ, എന്തിനാണ് നാട്ടുകാരെ പറ്റിക്കുന്നതിന് വേണ്ടി, ഈ CMRL-നെ സഹായിക്കുന്നതിന് വേണ്ടി ഇത്രമാത്രം കാര്യങ്ങൾ പിണറായി സർക്കാർ ചെയ്തു കൊടുത്തത്? അതുകൊണ്ട് ആർക്കാണ് നേട്ടമുണ്ടായത്? CMRL-നാണ് നേട്ടമുണ്ടായത്. 2 പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് എന്ത് നേട്ടമാണ് ഉണ്ടായത്? KMML-നും IRE-ക്കും കണക്കുകൾ പരിശോധിക്കാം. 2012-ലെ CMRL അല്ല 2022-ലെ CMRL.
അവർ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം അവരുടെ ലാഭം കുതിച്ചുയർന്നിരിക്കുകയാണ്. അവർക്ക് വേണ്ടത് ഇൽമനൈറ്റ് ആണ്. അത് സംസ്ഥാനത്ത് കരിമണലിൽ നിന്ന് ഖനനം ചെയ്തെടുക്കാൻ അവർക്ക് കഴിയുകയില്ല. കാരണം അതൊരു സ്വകാര്യ കമ്പനിയാണ്. അവിടെ KSIDCയുടെ പങ്കാളിത്തമുണ്ടെങ്കിൽ കൂടി അവരൊരു പൊതു സ്വകാര്യ സംരംഭം മാത്രമാണ്. അത് പറ്റില്ല. കേന്ദ്ര നിയമം അനുസരിച്ച് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് മാത്രമേ പറ്റുകയുള്ളൂ കരിമണൽ ഖനനം. പക്ഷേ അവർക്ക് സുഗമമായി ഇൽമനൈറ്റ് കിട്ടുവാനുള്ള സംവിധാനം ചെയ്തു കൊടുക്കുകയാണ്. അങ്ങനെയാണ് തോട്ടപ്പള്ളിയിൽ നിന്നുള്ള കരിമണൽ കൊണ്ടുപോകുന്നത്. അതിലെ ഇൽമനൈറ്റ് വേർതിരിച്ച് കിട്ടുന്നത് CMRL-നാണ്. ഇതൊരു പരസ്യമായ രഹസ്യം തന്നെയാണ്, സംശയമില്ലല്ലോ. അപ്പോൾ അതിൻ്റെ പിന്നാമ്പുറത്ത് മറ്റൊരു കളി. ഇതേ സമയത്ത് തന്നെ എക്സാലോജിക്കും CMRL-ഉം തമ്മിലുള്ള ഇടപാട്. ഇനി കൂടുതലായിട്ട് വായിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇതിൽ എന്താണ് സംഭവിക്കുന്നതെന്ന്. ഇതിപ്പോൾ SFIയുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ് ശ്രീ M ജയചന്ദ്രൻ. മഞ്ജുഷ, ഇതിൽ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ CMRL അനധികൃതമായി കരിമണൽ ഖനനം നടത്തുകയോ കൊണ്ടുപോവുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അന്വേഷിക്കപ്പെടട്ടെ. അതിൻ്റെ എല്ലാ കാര്യങ്ങളും പുറത്തു വരട്ടെ. പിന്നെ നിയമാനുസൃതം എന്താണോ ചെയ്യാൻ കഴിയുന്നത് ചെയ്യട്ടെ. അതിനൊന്നും ഞാൻ എതിരല്ല എന്ന് മാത്രമല്ല, പൂർണ്ണമായും അത്തരം നടപടികളെ പിന്താങ്ങുകയും യോജിക്കുകയും ചെയ്യുന്ന ആളും കൂടിയാണ്. പക്ഷേ ഈ ഇപ്പോൾ മഞ്ജുഷ ഇപ്പോൾ പറഞ്ഞത് CMRL ഉണ്ടാക്കുന്ന ലാഭത്തിനെ കുറിച്ച് പറഞ്ഞു. അപ്പം ഞാൻ തിരിച്ചൊന്നും അങ്ങോട്ട് ചോദിക്കട്ടെ മഞ്ജുഷിനോട്. KMML നഷ്ടത്തിലാണ് പോകുന്നത്. കേരളത്തിലെ ഏറ്റവും ലാഭകരമായ പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊന്നാണ് KMML എന്ന് മാത്രമല്ല, ഇത് പറയാൻ കാര്യം ഈ KMML-മായി ബന്ധപ്പെട്ട കരിമണൽ ഖനനം, പിന്നെ അവിടെ ഉണ്ടാവുന്ന അവിടുത്തെ വാല്യൂ അഡീഷൻ, ഇതൊക്കെ സംബന്ധിച്ച് ഇപ്പോഴല്ല, വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വളരെ വിശദമായി ഞാൻ പറയാം. താങ്കൾ പറഞ്ഞു KMML നഷ്ടത്തിലേക്കാണോ പോകുന്നത് എന്ന്. അവരുടെ ഫിനാൻഷ്യൽ ഹൈലൈറ്റിലുള്ള കാര്യമാണ്. ശ്രീ CR നീലകണ്ഠൻ പറഞ്ഞു കൃത്യമായ വിവരം ഇപ്പോൾ തരാൻ KMML തയ്യാറുണ്ടോ എന്ന്. 2012 52% കപ്പാസിറ്റിയിലാണ് KMML പ്രവർത്തിച്ചത്. സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനം 1880 മെട്രിക് ടൺ സിന്തറ്റിക് റൂട്ടൈൽ അവരുടെ പ്രധാനപ്പെട്ട ഉൽപ്പന്നമാണല്ലോ, ഉൽപാദനമുണ്ടായിരുന്നു. പിന്നെ അത് 2022 എത്തിയപ്പോഴേക്കും ഇൽമനൈറ്റിന്റെ ഉൽപാദനം 1444 മെട്രിക് ടണ്ണായി കുറഞ്ഞു. എത്രയിൽ നിന്ന്? 1880 മെട്രിക് ടണ്ണിൽ നിന്ന് 1444 മെട്രിക് ടൺ. അതേ കാലയളവിലാണല്ലോ അവർക്ക് കരിമണൽ തോട്ടപ്പള്ളിയിൽ നിന്ന് സുഗമമായി കിട്ടിത്തുടങ്ങിയത്. എന്നിട്ട് എന്തേ ഉൽപാദനം കൂടിയില്ല? 52% കപ്പാസിറ്റിയിൽ പ്രവർത്തിച്ച കമ്പനിക്ക് അതിനേക്കാൾ താഴെ കപ്പാസിറ്റിയിൽ പ്രവർത്തിക്കേണ്ടി വരുന്നു. അതേ സമയത്ത് CMRL ഉണ്ടാക്കിയത് 144 കോടി ലാഭം, CMRL 77 കോടി നഷ്ടം 2012. ഇത് മുഖ്യമന്ത്രിക്ക് അവർ കൊടുത്ത കണക്ക് കൂടിയാണ് കേട്ടോ. ഞങ്ങൾക്ക് ഇൽമനൈറ്റ് കിട്ടുന്നില്ല, ഞങ്ങൾക്ക് ജപ്പാനിൽ നിന്ന് ഇൽമനൈറ്റ് അത് ക്വാളിറ്റി കുറഞ്ഞതുമാണ്, വില കൂടിയതുമാണ്, ഇറക്കുമതി ചെയ്യേണ്ടി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ CMRL തന്നെ കൊടുത്ത അപേക്ഷയിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഞങ്ങൾക്ക് നഷ്ടമാണ് 77 കോടിയുടേതെന്ന്. 144 കോടി ലാഭത്തിലായി. തോട്ടപ്പള്ളിയിൽ നിന്ന് KMML-നും IRE-ക്കും കരിമണൽ എടുക്കാനുള്ള അനുമതി കിട്ടിയതിനു ശേഷം എങ്ങനെയാണ് സാർ രണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഇങ്ങനെ ഒരു അവകാശം കിട്ടിയതിനു ശേഷം ഒരു സ്വകാര്യ കമ്പനിക്ക് ഈ നേട്ടമുണ്ടാക്കാൻ കഴിയുന്നത്? അതാണ് പരസ്യമായ രഹസ്യം. പരസ്യമായ രഹസ്യവും അതിൻ്റെ പിന്നിലെ മാസപ്പടി ഇടപാട്. അല്ല, ഞാൻ പറയട്ടെ. പിന്നെ മഞ്ജുഷ, ചർച്ച കരിമണലിനെ കുറിച്ചാണെങ്കിൽ അതിൻ്റെ വാല്യൂ അഡീഷനാണ് ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചർച്ച ചെയ്യാം. അതല്ല, താങ്കളിപ്പോൾ പറയുന്ന പോലെ CMRL-ലെ ചർച്ച മാത്രമേ ഉള്ളെങ്കിൽ അങ്ങനെ ചർച്ച ചെയ്യാം. കാരണം ഞാനത് പറയാൻ കാര്യം അതാണ് പറഞ്ഞു വന്നത്. ഇടയ്ക്ക് വെച്ച് താങ്കൾ ഇടപെട്ടുകൊണ്ട് മുറിഞ്ഞു പോയത് ബാക്കിയൊന്നും അതൊന്ന് പൂർത്തിയാക്കിക്കോട്ടെ. ഞാൻ പറഞ്ഞില്ലേ, പിന്നെ KMML-ലെ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് വളരെ കഴിയുന്നത്ര വിശദമായി പഠിക്കുകയും പരമ്പര എഴുതുകയും അതിൻ്റെ പേരിൽ ഏറ്റവും മികച്ച അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിലുള്ള അവാർഡ് സംസ്ഥാന സർക്കാരിൻ്റെയും പിന്നീട് M ശിവറാം അവാർഡും നേടാനിടയായ ഒരു മാധ്യമപ്രവർത്തകൻ കൂടെയാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആ പഠിച്ച വിവരങ്ങൾ കൃത്യമായിട്ട് എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കരിമണലിനെ കുറിച്ചാണ് ചർച്ചയെങ്കിൽ അങ്ങനെ, അതല്ല CMRL-ന്റെ പ്രശ്നമോ IRE-യുടെ പ്രശ്നമോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനെ അങ്ങനെ ചർച്ച ചെയ്യണം. അതല്ലാതെ ഒരു കൊട്ടത്താപ്പിന് എല്ലാം കൂടെ ഒറ്റയടിക്ക് അളക്കാൻ കഴിയുന്ന ഒരു വിഷയമല്ല ഇത്. വിഷയമല്ല, ഒരേ കമ്പനിക്ക് തന്നെയാണ് ഈ ഫേവർ കിട്ടിയിരിക്കുന്നത് എന്നതുകൊണ്ടാണ് കേട്ടോ. മുഖ്യമന്ത്രിയുടെ മകളുമായുള്ള കരാറിൽ ആ CMRL എന്തിനു വേണ്ടി ഇങ്ങനെ ഒരു ഇടപാട് നടത്തി, ഇങ്ങനെ ഒരു കരാറിൽ ഏർപ്പെട്ടു എന്നതിന്റെ പിന്നാമ്പുറം നോക്കുമ്പോഴാണ് ഈ കരിമണൽ വരുന്നത്. അവിടെ അവർക്കും ഫേവർ കിട്ടി. ഈ കരിമണൽ ഖനനത്തിന് അവർക്ക് അർഹതയില്ലാത്ത ഒരു കാര്യത്തിൽ അവർക്ക് അവിടെ ഇൽമനേറ്റ് അവിടെ മുഖ്യമന്ത്രിയുടെ മകളുമായിട്ട് എന്ത് ഇടപാടാണ് ഉള്ളത്? മുഖ്യമന്ത്രിയുടെ ഇടപാടാണ്. ഞാൻ പറയട്ടെ, 2003 മുതൽ ഉത്തരവ് വരുന്നത്
അല്ല 2003 മുതൽ ഉത്തരവ് വരുന്നുണ്ടല്ലോ, നിങ്ങൾ എന്താ അത് പറയാത്ത മഞ്ജുഷേ? അല്ല, നിങ്ങൾ ഈ പിണറായി വിജയൻ നാളുകൾ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് പ്രശ്നം, ബാക്കിയുള്ള പ്രശ്നമൊന്നുമില്ലേ? സമരഫലമായിട്ട് VS-ന്റെയും MA ആര് പറഞ്ഞു ഫ്രീസ് ചെയ്യുന്നു? ഇല്ലെന്ന് തെളിയിക്കാൻ എന്റെ രേഖയുണ്ടെന്ന്. കാലത്ത് തന്നെ അത് ഫ്രീസ് ചെയ്തു. ഇല്ലെന്ന് ഞാനത് തെളിയിച്ചു തരാണ്. ഓർഡർ എന്റെ കയ്യിലുണ്ടെന്നേ. ഇല്ലെന്ന് ഫ്രീസ് ചെയ്തില്ലെന്നുള്ള തെളിവ് എന്റെ കയ്യിലുണ്ട്. നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം ചർച്ചയിലും പറഞ്ഞു ഫ്രീസ് ചെയ്തെന്ന്. മറ്റാരോ ചർച്ചയിൽ പറഞ്ഞു ഫ്രീസ് ചെയ്തിട്ടില്ല. അത് വീണ്ടും കേന്ദ്രത്തിന് കത്തയക്കുകയാണ് ചെയ്തത്. എവിടെയും ഫ്രീസ് ചെയ്തിട്ടില്ല, അറിയാമോ? അല്ല, അത് കോടതിയിലേക്ക് പോയി. അത് സുപ്രീം കോടതി ഉത്തരവും കിട്ടി. CMRL അനുകൂലമായിട്ട് ഉത്തരവും കിട്ടിയിട്ടും അതിന്മേൽ സർക്കാർ നടപടി എടുത്തിരുന്നില്ല. പക്ഷെ പിണറായി സർക്കാർ വന്നപ്പോഴാണ് നടപടി എടുത്തത്. മഞ്ജുഷ പ്ലീസ് ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് പൂർത്തിയാക്കാൻ അനുവദിക്കും ആദ്യം. അല്ലാതെ എനിക്ക് പറയാൻ കഴിയില്ല ഇത്. ശരി, ഇത് 22/5/2003 ആദ്യം ഉത്തരവ് ഇറങ്ങുന്നത്. ഖനനം ചെയ്യാൻ ഇവർക്ക് കൊടുത്തോണ്ടുള്ള ഉത്തരവ് ഇറങ്ങുന്നത് തന്നെ. അതിനുശേഷമാണ് ബാക്കി കാര്യങ്ങളെല്ലാം. 2002 ഒക്ടോബർ 22 ആണ് ഈ പരിപാടി നടക്കുന്നത്. അടുത്ത വർഷമാണ് സമരത്തിലേക്ക് വരുന്നത്. എന്നിട്ടാണ് താങ്കൾ പറയുന്നത് 10 ദിവസം കൊണ്ട് ഏർപ്പാട് കഴിഞ്ഞെന്ന്. ഒന്നുമില്ല, പിന്നെയും കഴിഞ്ഞിട്ടില്ല. അതും കഴിഞ്ഞ് പിന്നീട് VS സർക്കാരിന്റെ കാലത്ത് ഖനന നിയമം തന്നെ, മൈനിങ് പോളിസി തന്നെ മാറ്റുന്നുണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റ്. എന്നിട്ട് 2010 വീണ്ടും അത് പ്രതിരോധ മന്ത്രി വഴി വീണ്ടും പോവുകയാണ്. അന്ന് പ്രതിരോധ മന്ത്രി കേന്ദ്രത്തിൽ ആരാന്നുള്ളത് ഞാൻ പറയണ്ടല്ലോ, പഴയ മുഖ്യമന്ത്രി തന്നെയാണ് അന്ന് പ്രതിരോധ മന്ത്രി കേന്ദ്രത്തിൽ. അത് പോകുന്നു. പിന്നീട് ഹൈക്കോടതി ബെഞ്ച്, പിന്നെ 16/4/2016 സുപ്രീം കോടതി ഉത്തരവ്. അത്രയും സുദീർഘമായ ഒരു പര്യടനമുണ്ട് 2002 മുതൽ ഈ സംഗതികൾക്ക്. എന്നിട്ടാണ് പറയുന്നത് ഫ്രീസ് ചെയ്തെന്ന്. എവിടെ ആരും ഫ്രീസ് ചെയ്തിട്ടില്ല, ഒരു കാലത്തും ഫ്രീസ് ചെയ്തില്ല. ഫ്രീസ് ചെയ്യാൻ ആലോചിക്കാമെന്ന് പറഞ്ഞു വെച്ചു, അത്രേ ഉള്ളൂ. അതാണ് സംഭവിച്ചത്. അന്ന് ഞാനത് ഈ സമരത്തിൽ പങ്കെടുക്കുക മാത്രമല്ല, സൈമൾട്ടേനിയസ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യാൻ കൂടെ ചെയ്ത മനുഷ്യനായതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാം ആ കാര്യങ്ങളൊക്കെ. അത് ഡേറ്റ് ബൈ ഡേറ്റ് ആയിട്ട് തന്നെ ഞാൻ സൂക്ഷിക്കുകയും ചെയ്യുന്ന ആളാണ്. അതല്ലാതെ അങ്ങനെ വിശുദ്ധനാക്കാനൊന്നും കഴിയില്ല ഒരാളെയും. പിന്നെ എന്തിനാണ് 2023 ഡിസംബർ 18 ഒരു ഉത്തരവ് വന്നത്? 2023 ഡിസംബർ 18 ഒരു ഉത്തരവ് വന്നത് എന്തിനാണ്? മാസപ്പടി ഈ വിവാദമൊക്കെ പുറത്തു വന്നതിന് ശേഷം. അല്ല, ഞാൻ പറയട്ടെ മഞ്ജുഷ്. അല്ല, അതേ ഞാൻ ചോദിച്ചുള്ളൂ. താങ്കൾ പറഞ്ഞു 2004 മരവിപ്പിച്ചില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ 2023 ഡിസംബർ 18 ഉത്തരവ് എന്തിനായിരുന്നു? ഇല്ല. അല്ല, അതൊക്കെ പരിശോധിച്ചോടന്നേ. അതൊക്കെ പരിശോധിക്കണോ? അല്ല, ഇതൊന്നും അല്ല സാർ. ഇപ്പോൾ 2004 ഫ്രീസ് ചെയ്തോ, അതിനിടയിലുമൊക്കെ CMRL യഥേഷ്ടം കിട്ടിക്കൊണ്ടിരുന്നു കാര്യങ്ങൾ. കാരണം ഇതിലെല്ലാ രാഷ്ട്രീയ പാർട്ടികളും പങ്കെടുത്തിട്ടുണ്ട്. ഈ കൂട്ടുകച്ചവടത്തിൽ എല്ലാവരും അംഗങ്ങളാണ് സാർ. അതുകൊണ്ടാണ് ഞാൻ അതിൽ UDF-നെ ഒന്നും അനുകൂലിക്കാൻ ഞാൻ പോകുന്നില്ല. എല്ലാ കാലത്തും CMRL-ന് ഫേവർ കിട്ടാൻ വേണ്ടി അവർ രാഷ്ട്രീയക്കാരെ കാണേണ്ട പോലെ കണ്ടിട്ടുണ്ട്. ഇപ്പോഴാണ് താങ്കൾ എനിക്കൊന്നും സംശയമില്ല. അല്ല, താങ്കൾ ആ പോയിന്റിലേക്ക് ഇപ്പോഴാണ് വരുന്നത്. അതെ, സംശയമില്ല. അതൊക്കെ അങ്ങനെ ചർച്ച ചെയ്യൂ, അങ്ങനെ ചർച്ച ചെയ്യും. പക്ഷെ 2016 ശേഷം, അല്ല സാർ, അതിൽ നിന്ന് വ്യത്യാസമുണ്ട്. 2016 ശേഷമാണ് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുമായി CMRL ഇടപാട് തുടങ്ങിയത്. ആ സമയത്ത് മുഖ്യമന്ത്രിയുടെ ഇടപെടലിൽ ഒരു ഫേവർ കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അധാർമികമാണ്. അതിനെക്കുറിച്ചാണ് അന്വേഷണം വേണ്ടത്. അത് കിട്ടിയിട്ടുണ്ട് എന്നാണ് ഇവരുടെ വളർച്ച വ്യക്തമാക്കുന്നത്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ MR അഭിലാഷ്, മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി ഇല്ലായിരുന്നല്ലോ, അതുകൊണ്ട് ആ ഇടപാടൊക്കെ ധാർമ്മികമായിരുന്നോ എന്നാണ്? അല്ല, അതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് 2016-19 കാലഘട്ടത്തിലെ ഇടപാടിൽ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയും CMRL-ഉം തമ്മിലുള്ള കരാർ നിലനിൽക്കുന്നുണ്ട്. ആ സമയത്ത് അവർക്ക് യഥേഷ്ടം കരിമണൽ കിട്ടിയോ ഇല്ലയോ അക്കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. കിട്ടി. ശരി, അഡ്വക്കേറ്റ് MR അഭിലാഷ്, ഇപ്പോൾ പുതിയൊരു ആവശ്യം കൂടി SFIOയുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. അതാണ് നമ്മൾ ചർച്ച ചെയ്ത് തുടങ്ങിയത്. താങ്കൾ അതിന്റെ നിയമവശം പറയുക. ഇപ്പോൾ ഷോൺ ജോർജ് ഈ രേഖകളെല്ലാം SFIOയ്ക്ക് കൈമാറിയിട്ടുണ്ട്. അക്കാര്യം അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തു. അതിൽ വരുന്നത് ഈ തോട്ടപ്പള്ളി സ്പിൽവേക്ക് മുന്നിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കരിമണൽ ഈ ദുരന്ത നിവാരണത്തിൻ്റെ ഭാഗമായി നീക്കം ചെയ്യുവാനുള്ള ഒരു ഉത്തരവാണ്. ആ ഉത്തരവ് പ്രകാരം KMML-നും IRE-ക്കുമാണ് അതിനുള്ള അവകാശം. അത് ഈ മീറ്റർ ക്യൂബിന് അന്താരാഷ്ട്ര മാർക്കറ്റിൽ 30,000 രൂപ വിലയുള്ള സമയത്ത് വെറും 464 രൂപയ്ക്കാണ് ഈ അനുമതി IRE-ക്കും KMML-നും നൽകിയത്. ഇതിൻ്റെ ഗുണഭോക്താവായി വരേണ്ടത് ആരാണ്? 2 പൊതുമേഖലാ കമ്പനികളായിരുന്നു, ഈ KMML-ഉം IRE-യും. പക്ഷേ അവസാനം ഗുണം കിട്ടിയത് ആർക്കാണ്? CMRL എന്ന സ്വകാര്യ കമ്പനി, അല്ലെങ്കിൽ പൊതു സ്വകാര്യ കമ്പനി. KSIDC-യുടെ ഷെയർ അവിടെ ഉണ്ടല്ലോ.
അപ്പോൾ ഈ കാര്യം SFIയുടെ അന്വേഷണ പരിധിയിൽ വരുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ? അതോ എക്സാലോജിക്കും CMRലും തമ്മിലുള്ള ഇടപാടും CMRൽ മറ്റാളുകൾക്കും ഈ പണം നൽകിയതും ഈ 135 കോടിയുടെ ഇടപാടും അത് മാത്രമേ SFIയുടെ അന്വേഷണ പരിധിയിൽ വരാൻ പറ്റുകയുള്ളൂ? അല്ലല്ലോ ശ്രീ മഞ്ജുഷ്, CMRലിനെ കുറിച്ച് അന്വേഷിക്കുവാൻ വേണ്ടിയുള്ള ഓതറൈസേഷൻ ഉണ്ടല്ലോ. അപ്പൊ ഹൈക്കോടതിയിൽ കേന്ദ്ര സർക്കാർ സബ്മിറ്റ് ചെയ്തത് അനുസരിച്ച് റെക്കോർഡിൽ ഉത്തരവിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്നതിന്റെ അനുസരിച്ച് അവർക്ക് ഈ വിഷയത്തെ സംബന്ധിച്ച് CMRലിനെ കുറിച്ച് സമഗ്രമായിട്ട് അന്വേഷിക്കുവാൻ അവർക്ക് കഴിയും. ഈ വിഷയങ്ങളിലേക്കൊക്കെ കടന്നു വരാൻ SFIOയ്ക്ക് കഴിയും, അവർക്ക് കടന്നു വരണമെന്നുണ്ടെങ്കിൽ. എന്ന് മാത്രമല്ല, ഇത് 447 PMLA ഒഫൻസ് ആയതുകൊണ്ട് EDക്കും അത് സംബന്ധിച്ചിട്ടുള്ള പരിശോധനകൾ നടത്താൻ കഴിയും. ഇവിടെ നേരത്തെ ചർച്ച ചെയ്ത വിഷയത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ ഇതിന് മറുപടി പറയട്ടെ. ഇതൊരു ധാർമ്മികമായ ഒരു വിഷയം മാത്രമല്ല ശ്രീ മഞ്ജുഷ്, ഇത് വളരെ ഗുരുതരമായിട്ടുള്ള നിയമപരമായിട്ടുള്ള പ്രശ്നമാണ്. വളരെ ഗൗരവകരമായിട്ടുള്ള അന്വേഷണം ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ഈ ആരോപണങ്ങളെ കുറിച്ച് നടത്തേണ്ടതായിട്ടുണ്ട്. ധാർമ്മികം എന്ന് പറയുമ്പോൾ നമുക്കൊരു രാഷ്ട്രീയത്തിന്റെ പരിപ്രേക്ഷ്യത്തിൽ അതിന്റെ ശരിതെറ്റുകളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ അഴിമതി നിരോധന നിയമത്തിന്റെ 13ാം വകുപ്പ് എന്ന് പറയുന്നത് ഒരു പൊതുപ്രവർത്തകന്റെമായിട്ട് ബന്ധപ്പെട്ടിട്ട് ക്രിമിനൽ മിസ്കോണ്ടക്ട് ആണ്. ആ ക്രിമിനൽ മിസ്കോണ്ടക്ട് പൊതുപ്രവർത്തകനെ സംബന്ധിച്ച് പറയുമ്പോൾ വളരെ വ്യക്തമായിട്ട് സുപ്രീം കോടതിയുടെ ഉൾപ്പെടെ പറയുന്നതിന്റെ നിർവഹണത്തിനെയാണ് മുഖ്യമന്ത്രി. അത് ഈ ക്രിമിനൽ മിസ്കോണ്ടക്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു പൊതുപ്രവർത്തകൻ ക്രിമിനൽ മിസ്കോണ്ടക്ട്, ഞാൻ ആ സെക്ഷന്റെ മലയാളം എന്ന് പറയുകയാണ്, ക്രിമിനൽ മിസ്കോണ്ടക്ട് നടത്തുകയാണ് എപ്പോ അദ്ദേഹം ഡിസോണസ്റ്റ് ആയിട്ടോ തട്ടിപ്പ് കാണിച്ചോ തന്നിൽ വിശ്വാസത്തിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു സ്വത്ത്, ഒരു പ്രോപ്പർട്ടി, ഇവിടെ കരിമണൽ അല്ലെങ്കിൽ കേരളത്തിന്റെ ധാതു സമ്പത്ത്, അത് തന്റെ നിയന്ത്രണത്തിലാണെങ്കിൽ, ഇപ്പം എൻവയോൺമെന്റ് മിനിസ്ട്രിയുടെ തലവൻ ആരാണ് എന്നുള്ളത് നമുക്ക് സ്വയം ചോദിക്കാം. അങ്ങനെയുള്ള ആ ധാതു സമ്പത്ത്, പൊതുസമ്പത്ത്, അത് സ്വന്തം ആവശ്യത്തിന് വേണ്ടി അത് വിനിയോഗിക്കുകയും അല്ലെങ്കിൽ മിസ്അപ്രോപ്രിയേറ്റ് ചെയ്യുകയും മറ്റാർക്കെങ്കിലും അത് മിസ്അപ്രോപ്രിയേറ്റ് ചെയ്യുവാനുള്ള വഴി ഒരുക്കുകയും ചെയ്യുന്നു. ഇവിടെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം പ്രകാരം ആർക്ക് വേണ്ടിയാണ് ഇത് മിസ്അപ്രോപ്രിയേഷൻ അനുവദിച്ചിരിക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ചാണ് നിങ്ങളിവിടെ ചർച്ച ചെയ്തിരിക്കുന്നത്. ഇനി ഒരു പൊതുപ്രവർത്തകൻ, ഈ സെക്ഷന്റെ എക്സ്പ്ലനേഷൻ 1-ൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഒരു പൊതുപ്രവർത്തകൻ നിയമവിരുദ്ധമായിട്ട് സ്വയം എൻറിച്ച് ചെയ്യുന്നു. ഏത് സാഹചര്യത്തിൽ? തനിക്കുള്ള വരുമാനത്തിന് അതീതമായിട്ട് തനിക്ക് സ്വത്ത് തന്റെ കയ്യിലോ അല്ലെങ്കിൽ തനിക്ക് വേണ്ടി മറ്റാരുടെയെങ്കിലും കയ്യിലോ അങ്ങനെ ഒരു സ്വത്ത് കൈവരുന്നുണ്ടെങ്കിൽ അത് ക്രിമിനൽ മിസ്കോണ്ടക്റ്റ് ആണ്. ഈ ഒരു ക്യാൻവാസിൽ നിന്നുകൊണ്ടാണ് ഈ വീണ വിജയനും അല്ലെങ്കിൽ എക്സാലോജിക്കും CMRലും തമ്മിലുള്ള ഇടപാട് കാണേണ്ടതായിട്ടുള്ളത്. ഇത് A+B=C എന്ന് പറയുന്ന വളരെ ലളിതമായിട്ട് 2 1 3 എന്ന് പറയുന്ന ആ ഒരു അരിത്മെറ്റിക് അല്ല. ഈ കോർപ്പറേറ്റ് വെബിനകത്ത് നമുക്ക് സാധാരണ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ഔപചാരികതകളുടെ അല്ലെങ്കിൽ ആ സമഗ്രതകളുടെ ഇടയിൽ വളരെ വ്യക്തമായിട്ട് ഒരു ലിങ്ക് കാണാൻ കഴിയും. അത് അന്വേഷണത്തിൽ അത് പുറത്തു വരേണ്ടതാണ്. ഏത് കാലഘട്ടത്തിലാണോ ഈ വീണ വിജയൻ സാധാരണ അവർക്ക് കൈവരുന്നതിൽ അതീതമായിട്ടുള്ള സ്വത്ത് സമ്പാദിച്ചത്, ആ സമയത്ത് വീണ വിജയൻ അവർക്ക് വേണ്ടിയാണ് സമ്പാദിച്ചതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. മറ്റാർക്കെങ്കിലോ വേണ്ടി അവർ ആ പണം ഹോൾഡ് ചെയ്യുകയായിരുന്നിരിക്കാം, അല്ലെങ്കിൽ ആ പണം അവർ സ്വീകരിച്ചതായിരിക്കാം. അപ്പൊ ആരിൽ നിന്നാണോ സ്വീകരിച്ചത് ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട്, കേരളത്തിന്റെ ധാതു സമ്പത്തുമായിട്ട് ബന്ധപ്പെട്ട് എൻവയോൺമെന്റ് മിനിസ്ട്രിയുടെ തലപ്പത്തിരുന്നു കൊണ്ട് നയവ്യതിയാനം വരുത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭരണപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് 13ാം വകുപ്പിന്റെ കീഴിൽ വരുന്ന ക്രിമിനൽ മിസ്കോണ്ടക്റ്റ് ആണ്. അതിനെ സംബന്ധിച്ച് സമഗ്രമായിട്ടുള്ള അന്വേഷണം CBI ഉൾപ്പെടെയുള്ള എക്സാലോജിക്ക് ഒരു കർണാടക രജിസ്റ്റേർഡ് കമ്പനിയാണ്. ഇത് കേരളത്തിന്റെ ധാതു സമ്പത്തുമായിട്ടാണ് ഈ വിഷയം വന്നിരിക്കുന്നത്. അപ്പൊ ഇത് 2 സംസ്ഥാനങ്ങൾ ഇവിടെ ഉൾപ്പെടുന്നു എന്നതുകൊണ്ട് തന്നെ ഇത് CBIക്ക് വരെയും അന്വേഷിക്കാൻ കഴിയുന്ന വിഷയമാണ്. ഇത് രാഷ്ട്രീയത്തിനൊക്കെ അതീതമായിട്ട് പൊതുരംഗത്ത് നടന്നിരിക്കുന്ന, ഒരുപക്ഷെ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും വലുതെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു തീവട്ടിക്കൊള്ളയെ കുറിച്ച് അന്വേഷിക്കണമെന്ന്
നിയമം അനുശാസിക്കുന്ന വകുപ്പുകളാണ് ഞാൻ പറഞ്ഞത്. അത് SFIO അത് അന്വേഷിച്ച് അങ്ങനെയുള്ള ലീഡുകളിലേക്ക് എത്തിച്ചേരുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും EDക്കും അതുപോലെ തന്നെ CBIക്കും ഒക്കെ സ്റ്റെപ്പ് ഇൻ ചെയ്ത് ഈ നയവ്യതിയാനത്തിന്റെയും അല്ലെങ്കിൽ നിയമപരമായിട്ട് പ്രഥമ ദൃഷ്ടിയ അങ്ങനെ ശരിയെന്ന് തോന്നിക്കുമെങ്കിൽ തന്നെയും അതിനകത്ത് ബോധപൂർവമായ അല്ലെങ്കിൽ മാനിഫെസ്റ്റ്ലി ആർബിട്രറി ആയിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ലിങ്ക് ചെയ്ത് അന്വേഷണം മുൻപോട്ട് പോയി കഴിഞ്ഞാൽ എന്ത് ഭരണപരമായ മാറ്റങ്ങളാണ് അല്ലെങ്കിൽ നയപരമായ മാറ്റങ്ങളാണ് ഇത്തരത്തിൽ ശ്രീ എം ആർ അഭിലാഷ്, ഇതിൽ സർക്കാരിനെ ന്യായീകരിക്കുന്നവർ വാദിക്കുന്ന കാര്യം ഇപ്പോൾ ശ്രീ M ജയചന്ദ്രനും അത് ആ രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. ഇതിൽ നയവ്യതിയാനം ഉണ്ടായിട്ടില്ല, പൊതുമേഖലയിലെ കരിമണൽ ഖനനം അനുവദിക്കുകയുള്ളൂ എന്നതിൽ നിന്ന് മാറിയിട്ടില്ല. അതായത് KMML-നും IRE കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനവും KMML എന്ന് പറയുന്നത് സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനവുമാണ്. അതുകൊണ്ട് ആ ഒരു നയവ്യതിയാനം ഉണ്ടായിട്ടില്ല. ഇവിടെ എവിടെയും CMRL-ന് ഇങ്ങനെ ഖനനത്തിനുള്ള അനുമതി കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, ഈ ഇൽമനേറ്റ് CMRL-ന് കൊടുക്കണം എന്ന രീതിയിലുള്ള ഒരു എഴുത്തുകുത്തുകളും വന്നിട്ടുമില്ല. ഇതായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടുള്ള വാദം എല്ലാ കാലത്തും വരുന്നത്. ഏത് അന്വേഷണം വന്നാലും ഇതാണല്ലോ വരുന്നത്. പിന്നെ അവിടെ സർക്കാരിന് നയവ്യതിയാനം ഉണ്ടായിട്ടുണ്ട്, ഈ തന്നിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച സ്വത്ത് അത് അനധികൃതമായിട്ട് വിതരണം ചെയ്യുന്നതിന് വേണ്ടി ശ്രമം നടന്നിട്ടുണ്ട് എന്ന് എങ്ങനെ തെളിയിക്കുവാൻ കഴിയും? നയവ്യതിയാനം മാത്രമല്ല ശ്രീ മഞ്ജുഷ്, ഭരണപരമായിട്ടുള്ള മറ്റ് തീരുമാനങ്ങളും ഇപ്പൊ താങ്കളിവിടെ ചൂണ്ടിക്കാട്ടിയ ഇൻസ്റ്റൻസസ് ഒക്കെ ഭരണപരമായിട്ട് എടുത്തിട്ടുള്ള തീരുമാനമാണ്. നയപരമായിട്ടുള്ള തീരുമാനങ്ങളിൽ ഇത്തരത്തിലൊരു ഡിഫൻസ് എടുക്കാമെങ്കിൽ തന്നെയും ഈ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള സ്പിൽവേയിൽ നിന്നും കരിമണൽ നീക്കം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയായിട്ടുള്ള തീരുമാനങ്ങളെല്ലാം തന്നെ പരിശോധിക്കാൻ കഴിയുന്നതാണ്. അപ്പൊ നയപരമായിട്ടോ ഭരണപരമായിട്ടോ ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളതിന്റെ വെളിച്ചത്തിൽ ആ തീരുമാനമെടുത്തയാളോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി അവരുടെ ആരെങ്കിലും ബന്ധുക്കളോ മറ്റാരെങ്കിലുമോ സ്വത്ത് കൈവശം ഇൻകത്തിന് അതീതമായിട്ട് കൈവശം വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ക്രിമിനൽ മിസ്കോണ്ടക്ട് ആയിട്ട് വരും. അതൊക്കെ അന്വേഷണത്തിലൂടെയാണ് ഇതിന്റെ ഫൈനൽ ആസ്പെക്ട്സിനെ കുറിച്ച് പ്രഥമ ദൃഷ്ടിയായി ഇവിടെ പരിശോധിക്കപ്പെടുവാൻ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമുണ്ട്. പിന്നെ ഇത്രയും ഭീകരമായിട്ടുള്ള തുക, കോടിക്കണക്കിന് രൂപ മറ്റ് രാഷ്ട്രീയക്കാർ കൈപ്പറ്റിയത് ധാർമ്മികമായിട്ടുള്ള വലിയൊരു തെറ്റ് തന്നെയാണ്. നിയമപരമായിട്ട് ഒരു വലിയൊരു വിഷയം തന്നെയാണെങ്കിൽ തന്നെയും ഇവിടെ അധികാരത്തിലിരിക്കുന്ന വ്യക്തി അതല്ലെങ്കിൽ സർക്കാർ എന്ന് പറയാൻ കഴിയുന്ന ഒരു സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ക്വിഡ് പ്രോ ക്യൂയിലേക്ക് ഇപ്പൊ തന്നെ ഇലക്ട്രൽ ബോണ്ട് സുപ്രീം കോടതി ഇൻവാലിഡേറ്റ് ചെയ്തതിന്റെ കാര്യം അത്തരത്തിൽ ഒരു ഗീവ് ആൻഡ് ടേക്ക് റിലേഷൻഷിപ്പിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പൊ അധികാരത്തിൽ ഇരിക്കുന്നവർ തങ്ങൾ അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ആർക്കെങ്കിലും ധനസമ്പാദനത്തിന് വഴിയൊരുക്കിയെങ്കിൽ അത് വളരെ ഗുരുതരമായിട്ട് അന്വേഷിക്കേണ്ടതായിട്ടുള്ള ഒരു കുറ്റം തന്നെയാണ്. ഇവിടെ അത്തരത്തിലുള്ള അന്വേഷണത്തിലേക്കൊക്കെ എത്തിച്ചേരുവാൻ കഴിയും. അപ്പൊ ഈ 135 കോടി എന്ന് പറയുമ്പോൾ തന്നെയും അതിൽ അധികാരത്തിലിരിക്കുന്ന വ്യക്തികളോ അല്ലെങ്കിൽ സംഘടനകളോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളോ ഒക്കെ ധനസമ്പാദനം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഗ്രാവിറ്റി മറ്റൊരു തലത്തിലാണ്. അത് ക്രിമിനൽ മിസ്കോണ്ടക്ട് ആയിട്ട് വരുവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ വരുന്നതാണ്. അതിനെക്കുറിച്ച് വിശദമായിട്ട് അന്വേഷണം നടത്താതെ നമുക്ക് പ്രഥമ ദൃഷ്ടിയ പ്രിലിമിനറി ഒരു ഡിഫൻസ് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട് എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനവും ഹൈക്കോടതിയുടെ ഉത്തരവ് വായിക്കുമ്പോഴും അന്വേഷണത്തിൽ നിന്ന് ഈ ഏജൻസിയെ തടയേണ്ടതായിട്ടുള്ള ഒരു കാര്യവുമില്ല. ശരി ശരി. അതായത് പുതിയ തെളിവുകൾ കിട്ടുകയാണെങ്കിൽ അത് അന്വേഷിക്കാൻ SFIOയ്ക്ക് കഴിയും. അത് ആർക്ക് വേണമെങ്കിലും അത്തരമുള്ള തെളിവുകൾ ഹാജരാക്കുവാനും പറ്റും. തീർച്ചയായിട്ടും ചർച്ചയിലൂടെ നമുക്ക് തെളിവുകൾ പുറത്തു കൊണ്ടുവരികയോ അല്ലെങ്കിൽ അങ്ങനെ അന്വേഷണ ഏജൻസിയായിട്ട് നമുക്ക് പൊതുവെ സംസാരിക്കുന്ന ജനങ്ങൾക്ക് മാറാൻ കഴിയുകയില്ലല്ലോ. ഇത്ര ഗുരുതരമായിട്ടുള്ള അഴിമതി നടന്നിട്ടുണ്ട് എന്ന് ബോധ്യമുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഗൗരവകരമായിട്ടുള്ള ROCയുടെ ഒക്കെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്ന് മാത്രമല്ല ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് പാസാക്കിയ ഉത്തരവിനകത്ത് വിശദമായിട്ട് ഇങ്ങനെയുള്ള ഈ ഓർഗനൈസേഷന്റെ കൺവീനിയൻസിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻസിൽ ഏർപ്പെടാൻ അവർ നിർബന്ധിതരായി എന്ന് പറയപ്പെടുന്ന ഇറ്റ് അമൗണ്ട്സ് ടു കൺഫെഷൻ അല്ലേ? അപ്പൊ ഇത് ഈ കർത്ത എന്ന് പറയുന്ന വ്യക്തിയെ നല്ല രീതിയിൽ ഇന്ററോഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തിനു കൊടുത്തു, എങ്ങനെ കൊടുത്തു എന്നതുൾപ്പെടെ അത് പുറത്തു വരുവാനുള്ള സാധ്യതയുണ്ട്. ശരി ശരി. ശ്രീ M R അഭിലാഷ്, ഇപ്പോൾ പരാതിക്കാരനായ ശ്രീ ഷോൺ ജോർജ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ഷോൺ ജോർജ്, M R അഭിലാഷ് അതിന്റെ നിയമവശങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ താങ്കളിലേക്ക് വരാൻ വൈകിയത്. ശ്രീ ഷോൺ ജോർജ്, ഇതിൽ ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന ഘടകമാണല്ലോ KSIDC. അക്കാര്യമാണല്ലോ താങ്കൾ ഇന്ന് പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിച്ചതും. KSIDC ഈ ഉത്തരവിലേക്ക് നയിക്കുവാനായിട്ട്, അതായത് ഈ 31/5
2019 വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഉത്തരവിലേക്ക് നയിക്കുവാനുള്ള എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു? അതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങളാണല്ലോ താങ്കൾ നൽകിയിരിക്കുന്നത്. ഒന്ന് വിശദീകരിക്കാമോ? ആ ഉത്തരവില് ഇപ്പൊ നമ്മൾ ആദ്യം പൊതുമേഖല, ഇപ്പൊ ഇവിടെ പറഞ്ഞ പോലെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് തീർച്ചയായിട്ടും പൊതുമേഖലാ സ്ഥാപനത്തിന് മാത്രമാണ് ഇവിടുന്ന് മൈനിങ് അനുവദിച്ചിട്ടുള്ളത്. 3/1/2019 കേന്ദ്ര സർക്കാർ ഖനനം PSUസിന് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് മാത്രം ആക്കിക്കൊണ്ട് ഉത്തരവിറങ്ങുന്നത്. ആ ഉത്തരവിന് ശേഷം 5ാം മാസത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ, അതായത് തോട്ടപ്പള്ളി സ്പിൽവേയുടെ പൊഴിമുഖം തുറന്നു കിടക്കണം, പ്രളയത്തെ അതിജീവിക്കണമെങ്കിൽ 2018 പ്രളയത്തിന് ശേഷം മെയ് മാസം മുതൽ ഡിസംബർ മാസം വരെ ആ പൊഴിമുഖം തുറന്നിടണം എന്ന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഒരു ഉത്തരവിന്റെ മറവിൽ അവിടെ ജില്ലാ കളക്ടർ, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാനായ ജില്ലാ കളക്ടറെയും കൊണ്ടാണ് സ്വാഭാവികമായി ഈ ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. അതിനുശേഷം അപ്പോൾ ഇതിന്റെ ഒരു കോട്ട് വേണം. കോട്ട് സ്വാഭാവികമായിട്ട് അവിടെ ധാതു മണലാണ് എന്ന് ആ ഉത്തരവിന്റെ പല സ്ഥലങ്ങളിൽ കൃത്യമായി പറയുന്നുണ്ട്. ഈ ധാതു മണലാണെങ്കിൽ ധാതു മണലിന് ഇവിടെ സാധാരണ ഇപ്പൊ ഞാൻ എന്റെ ഡിവിഷനില് മൂന്നിലവ് എന്ന് പറയുന്ന ഒരു പഞ്ചായത്തുണ്ട്. മൂന്നിലവ് പഞ്ചായത്ത്, മൂന്നിലവ് ടൗണിൽ കഴിഞ്ഞ 2 വർഷമായി എല്ലാ പ്രളയത്തിലും വെള്ളം കയറുകയാണ്. അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അവിടെ ഒരു ചെക്ക് ഡാം ഉണ്ടായിരുന്നു, ഈ ടൗണിനോട് ചേർന്ന ചെക്ക് ഡാം. ആ ടൗണിനോട് ചേർന്ന ചെക്ക് ഡാമില് മണൽ നിറയുന്നു. ആ മണൽ നിറഞ്ഞപ്പോൾ അപ്പൊ ഇതെങ്ങനെ മാറ്റിക്കളയാ, ചെക്ക് ഡാം പൊട്ടിച്ചു കളയാൻ വേണ്ടി ഞാൻ സർക്കാരിനെ സമീപിച്ചു. അത് നടക്കില്ല, കാരണം നിസ്സാര ദിവസം കാലങ്ങളായുള്ളായിരുന്നു കെട്ടിക്കഴിഞ്ഞിട്ട്. അപ്പൊ അതിന് എതിർപ്പ് വന്നു. അപ്പൊ അതിനുശേഷം ഞാൻ ഈ ദുരന്ത നിവാരണ അതോറിറ്റിയായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ ഈ ടൗണിലെ രക്ഷിക്കാം, എല്ലാ പ്രളയത്തിനും 10-20 ലക്ഷം രൂപയുടെ നഷ്ടം ആ ടൗണിൽ ഉണ്ടാകുകയാണ്. അപ്പൊ അതെങ്ങനെ ചെയ്യാമെന്ന് ആലോചിച്ച് ദുരന്ത നിവാരണ അതോറിറ്റി ഇപ്പൊ ഇവരെനിക്ക് ഓർഡർ തന്നു, ഈ ഓർഡർ പ്രകാരം നിങ്ങൾക്ക് കളക്ടർ വഴി ഇത് ലേലം ചെയ്യാം. അങ്ങനെ കളക്ടർ അതുപോലെ പ്രകാരം ഡയറക്ഷൻ കൊടുത്ത് നമ്മുടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിനെ കൊണ്ട് അത് ലേലം ചെയ്യിപ്പിച്ചു. അത് ലേലം ചെയ്തപ്പോൾ ആ മണ്ണിന്റെ റേറ്റും 464 രൂപയാണ്. അത് ബേസ് റേറ്റ് ആണ്. അത് സാധാരണ ധാതുമണലൊന്നുമല്ല, നമ്മുടെ കോട്ടയം ജില്ലയിലൊക്കെ ഉള്ള സാധാരണ മണലിന്റെ റേറ്റ് ആണ്. ഇവിടെ ഈ ഓർഡറിലും കൃത്യമായ 464 രൂപ. പക്ഷേ KMML കോട്ട് ചെയ്ത് 250 രൂപയായിരുന്നു. അതിനുശേഷം നിരവധി ഡിസ്കഷന് ശേഷം, ആ മിനിറ്റ്സ് കൃത്യമായി പറയുന്നത്, നിരവധി ഡിസ്കഷന് ശേഷം 464 രൂപയിലേക്ക് നിർബന്ധിച്ച് അവരെ എത്തിക്കുകയായിരുന്നു. എന്തുകൊണ്ട് എത്തിച്ചു? ഈ ഇവിടെ മിനറൽസ് ഉണ്ട്, ഈ മണൽ ഇവിടുന്ന് എടുത്തു മാറ്റുന്ന മണലിന് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിനോടൊരു അസസ്മെന്റ്, ഇതിന്റെ ക്വാളിറ്റി അനുസരിച്ച് ഇതിനൊരു വിലയിടണമെന്ന് പറഞ്ഞു. അങ്ങനെ വിലയിടണമെന്ന് പറഞ്ഞിട്ട് നിരവധി കാലം കഴിഞ്ഞിട്ടും അവർക്ക് ആ വിലയിടുക എന്ന് പറഞ്ഞ പ്രോസസ് അവർ ചെയ്യാത്തത് കൊണ്ട്, അതിനകത്ത് ആ ഓർഡർ കൃത്യമായിട്ട് വിലയിടുക എന്നുള്ളൊരു പ്രോസസ് മൈനിങ് ആൻഡ് ജിയോളജി ചെയ്യാത്തത് കൊണ്ട് ഞങ്ങൾ ആ പറഞ്ഞ ഏറ്റവും കൂടുതൽ മിനിമം ബേസ് ആയിട്ടുള്ള 464 രൂപയ്ക്ക് നിർബന്ധിച്ച് KMML കൊണ്ട് സമ്മതിപ്പിച്ചു. 464 രൂപ വില വെച്ച് KMML എടുക്കുന്ന സാധനത്തിന് ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഇന്നത്തെ പ്രൈസ് 30,000 രൂപയിലധികമാണ്. അത് ശരിയാണ്, 30,000 രൂപയുടെ സ്ഥാനത്താണ് 464 രൂപ. പക്ഷെ അവിടെ അത് പൊതുമേഖലാ സ്ഥാപനത്തിനാണ് പോകുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം, ഇല്ല ശ്രീ ഷോൺ ജോർജ്? പക്ഷെ അവിടെ നിന്ന് എങ്ങോട്ടാണ് ഡൈവേർഷൻ ഉണ്ടായി CMRലെ കാര്യങ്ങൾ നീങ്ങുന്നത്? അതുകൊണ്ട് വരാം. അതായത് അവിടെ ഈ തോട്ടപ്പള്ളി ചെന്ന് നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും. അവിടെ ഈ KMML ഈ എടുത്തിട്ട് സബ്ലീസ് കൊടുക്കാറ്, അതായത് ഡ്രഡ്ജിങ്ങിനും അതുപോലെ ഈ എക്സ്കവേഷനുമായിട്ട് സബ്ലീസ് കൊടുക്കും. ലോറികൾ സബ്ലീസാണ് കൊടുത്തേക്കുന്നത്. അതായത് വലത്തോട്ട് തിരിഞ്ഞാൽ KMMLോട്ട് പോകും, ഇടത്തോട്ട് തിരിഞ്ഞാൽ CMRലോട്ട്. അത് ആ തോട്ടപ്പള്ളി ചെന്ന് നാട്ടുകാരോട് ആരോട് ചോദിച്ചാലും പറയും, ഈ ലോറി അവിടുന്ന് എടുത്തു മാറ്റുന്ന മണലിന് കണക്കില്ല. കാരണം ഒരു ദിവസം പൊഴിമുഖത്തുനിന്ന് മണലെടുത്ത് മാറ്റിയാൽ പിറ്റേ ദിവസം രാവിലെ കടൽ വീണ്ടും മണൽ അവിടെ കൊണ്ട് ഇടുകയാണ്. അതാണ് അതിന്റെ പ്രോസസ്. എത്ര എടുത്താലും മണൽ പിറ്റേ ദിവസം രാവിലെ അവിടെ കാണും. അതാണ് തോട്ടപ്പള്ളി നിങ്ങൾ ചെല്ലണം. അവിടെ ഇതിന്റെ പേരിൽ പരിസ്ഥിതി ആക്കാവുന്നത് കൊണ്ട് നിരവധി വർഷങ്ങളായിട്ട് 10-15 വർഷമായി അവിടെ പ്രക്ഷോഭ രംഗത്ത് എടുക്കുന്ന ഒരു സമൂഹമുണ്ട്. ആറാട്ടുപുഴ എല്ലാ കാലത്തും കരിമണലിന്റെ പേരിൽ വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ് ആറാട്ടുപുഴ. അപ്പൊ ഇവിടെയൊക്കെ നിങ്ങൾ ഒരു കാര്യം, ഈ KMMLനോട് ഇത്ര മണൽ കൊണ്ടുപോയിട്ടുണ്ട്. KMMLന്റെ പ്രൊഡക്ഷൻ ഒന്ന് നോക്കണം. 2018-15 മുതൽ ഇങ്ങോട്ട് എടുത്തു നോക്കിയാൽ അവരുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയുടെ 1/3 പോലും KMML യൂസ് ചെയ്തിട്ടില്ല. എന്താണ്? അവര് ഇലുമിനേറ്റ് സിന്തറ്റിക് റുട്ടൈൽ പ്രൊഡക്ഷൻ കുറയ്ക്കുകയാണ്. എന്നിട്ട് ഈ അനാവശ്യമായ അവരുടെ ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തിട്ട് ബാക്കി സാധനം പുറത്തേക്ക് വിൽക്കുകയാണ്. ആ വിൽക്കുന്നത് ഒഫീഷ്യലായിട്ട് കുറെ പോക്കുവരവ് വരുത്താൻ വേണ്ടി കുറെ വിൽപ്പന കാണിച്ചിട്ടുണ്ട് എന്നതല്ലാതെ ബാക്കി ഞാൻ പറയാം, എനിക്ക് ഈ അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ പറയാൻ പരിമിതികളുണ്ട്. എങ്കിൽ പോലും പറയാമല്ലോ, കൃത്യമായി KMMLലും CMRലും വഴി കൃത്യമായ കരിമണൽ മോഷണം പോയിട്ടുണ്ട്. ആ മോഷണം പോയതിലാണ് ഇവരുടെ കണ്ണടയിൽ നടന്നിട്ടുള്ളത്, ഉദ്യോഗസ്ഥ തലത്തിൽ അഴിമതി നടന്നിട്ടുള്ളത്. ഇതിനെല്ലാം കൂട്ടുനിന്നിട്ടുള്ളത്
KSIDCയിലെ ഉന്നത ഉദ്യോഗസ്ഥരാണ്. ആ ഉന്നത ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിയുടെ ഉൾപ്പെടെയുള്ള അറിവോടുകൂടിയാണ് ഇത് നടന്നതെന്നുള്ളത് കൊണ്ടാണല്ലോ നമുക്കിവിടെ മാസപ്പടി എന്ന വിവാദം ഉണ്ടായത്. അപ്പോൾ മാസപ്പടി എന്ന് പറയുന്നത് ഇതിലൊരു ചെറിയ ഘടകം മാത്രമാണ്. ഈ CMRLന് കിട്ടുന്ന ഈ ലാഭം, അതിൽ നിന്ന് ഒരു വിഹിതം ഈ രീതിയിൽ പോകുന്നു. അങ്ങനെ ഒരു കടലാസ് കരാർ ഉണ്ടാക്കുന്നു CMRLും എക്സാലോജിക്കും തമ്മിൽ, അല്ലേ? അതെല്ലാം 2016-19 അവിടെ നിന്ന് ഇങ്ങോട്ട് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പരമ്പര. രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മളൊരു ഒരു കച്ചവടം, നമ്മളിപ്പോ ഒരു റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടത്തിയാൽ അതിന്റെ ബ്രോക്കർമാർക്ക് കൊടുക്കുന്ന പൈസ എത്രയാ? 2%. അപ്പോ വീണ വിജയന് കൊടുത്തേക്കുന്ന 1.72 ആണെങ്കിൽ കച്ചവടം എത്ര രൂപയുടെയാണെന്ന് ചിന്തിക്കുക. പിന്നെ വേറൊരു കാര്യം, ഇവിടെ ഈ കർത്താടെ കയ്യിൽ നിന്നല്ല CMRന്റെ കയ്യിൽ നിന്നും കാശ് വാങ്ങി എന്ന് പറയുന്ന നേതാക്കന്മാർക്കൊന്നും ഇതിന്റെ യഥാർത്ഥ വാല്യുവേഷൻ എന്നാണെന്ന് അറിയില്ല. കർത്ത ഇവരെയും പറ്റിക്കുകയായിരുന്നു. യഥാർത്ഥ വാല്യുവേഷൻ എത്രയാണെന്ന് അറിയാമായിരുന്നെങ്കിൽ ഇതിനും ഒത്തിരി കൂടുതൽ ഇവരെല്ലാം വാങ്ങിക്കുമായിരുന്നുള്ളതാണ് നഗ്നമായ സത്യം. ഇതിന്റെ വാല്യുവേഷൻ എന്താണ്? ഇതിന്റെ ഇന്റർനാഷണൽ പ്രൈസ് എത്രയാണ്? ഞാനൊരു കാര്യം പറയട്ടെ, 12ഓളം മിനറൽസ് ആണ് ഇതിനകത്ത് ഉള്ളതെന്നാണ് പറയപ്പെടുന്നത്. ആധികാരികമായി കേരള സംസ്ഥാനത്ത് ഇത്രയും വലിയ സ്വത്തായ ഈ ധാതു മണലിനെ അവർ ഇപ്പോഴും കൃത്യമായി എത്ര ധാതുക്കൾ ഇതിനകത്തുണ്ടെന്നും, അതായത് ഇപ്പൊ നമ്മൾ പറയുന്നു ഇതിന് 30,000 രൂപ. ഇപ്പം ഈ കരിമണൽ എന്ന് പറയുന്ന ഇലുമിനേറ്റ് ഉള്ള മണലിന് നമ്മൾ 30,000 രൂപ വാല്യുവേഷൻ പറഞ്ഞാൽ ഒരു M3 4.5 കോടി രൂപ വാല്യുവേഷൻ ഉള്ള ധാതുക്കളുണ്ട്. അത് ഇവിടെ ഉണ്ടോ ഇല്ലയോ? ഞാൻ അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ഞാൻ അവിടെ ആറാട്ടുപുഴയിൽ നിന്നും തോട്ടപ്പള്ളിയിൽ നിന്ന് ഉൾപ്പെടെ 4 സ്ഥലങ്ങളിൽ നിന്ന് മണൽ കളക്ട് ചെയ്ത് ബോംബെയിലെ ഒരു ഏജൻസിക്ക് ഇത് പരിശോധിക്കാൻ വേണ്ടി ഞാൻ കൊടുത്തു. ഷോൺ, താങ്കൾ ഇതിനെക്കുറിച്ചൊരു വലിയ റിസർച്ച് തന്നെ നടത്തിയിരിക്കുകയാണല്ലോ. അപ്പോൾ ഈ SFIOയ്ക്ക് ഒപ്പം താങ്കൾ ഉണ്ട്, എല്ലാ തെളിവുകളും SFIOയ്ക്ക് മുന്നിലേക്ക് താങ്കൾ എത്തിക്കുകയാണ് ഇപ്പോൾ, അല്ലേ? എനിക്ക് SFIOയുടെ മുമ്പിൽ എത്തിക്കാൻ കഴിയുന്ന എല്ലാ തെളിവുകളും കഴിഞ്ഞ 15-ാം തീയതി കൊണ്ട് ഞാൻ എത്തിച്ചിട്ടുണ്ട്. ഇത് എന്റെ ഒരു ഇൻട്രസ്റ്റ്, കാരണം എന്റെ ഒരു ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനം വലിയ പ്രതിസന്ധിയിലാണ്. നമ്മുടെ ചെറുപ്പക്കാർ ഈ നാട് വിട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ജീവിക്കാൻ മാർഗമില്ല. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ കാലം കഴിഞ്ഞ് ഇനി വരാൻ പോകുന്നത് ഇലക്ട്രിസിറ്റിയുടെ അല്ലെങ്കിൽ ബാറ്ററികളുടെ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇലക്ട്രിക് സിസ്റ്റത്തിന്റെ കാലഘട്ടത്തിൽ നമുക്ക് വണ്ടികളൊക്കെ പെട്രോളും ഡീസലും മാറി ഇലക്ട്രിക് വാഹനങ്ങളാവുന്നു. ഇനിയിപ്പോ ഈ ധാതുക്കൾക്ക്, പ്രത്യേകിച്ച് മിനറൽസിനാണ് ലോകത്ത് ഏറ്റവും ഡിമാൻഡ് ഉണ്ടാകുന്നത്. ഒരു പക്ഷേ ഈ ഒരു ഒറ്റ കണ്ടന്റ് കൊണ്ട്, ഈ ആറാട്ടുപുഴ മുതൽ ഈ 17 കിലോമീറ്ററുള്ള ആ ഒറ്റ കടൽ തീരം കൊണ്ട് ഒരു പക്ഷേ ലോകത്തെ ഏറ്റവും വലിയ സമ്പന്ന മേഖലയായി കേരളത്തെ മാറ്റാൻ ശരി. പക്ഷേ അതിനും അപ്പുറമായിട്ട് ചില രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. ഈ എക്സാലോജിക്കിന്റെ ഇടപാട് പുറത്തു വരണം, അത് തന്നെ താങ്കളുടെ ഒന്നാമത്തെ ലക്ഷ്യം, അല്ലേ? അതോ ഈ കരിമണൽ ഖനനത്തിനെതിരെയുള്ള പോരാട്ടം? എക്സാലോജിക് എന്ന് പറയുന്നത് എന്നെയോ സമൂഹത്തെ സംബന്ധിക്കുന്ന പ്രശ്നമല്ല. പക്ഷെ എക്സാലോജിക്കിലേക്ക് വന്നിട്ടുള്ള പണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധികാര ദുർവിനിയോഗമാണ് എന്നുള്ളതാണ് എന്നെയും നിങ്ങളെയും സമൂഹത്തെ സംബന്ധിക്കുന്ന പ്രശ്നം. ഞാൻ എക്സാലോജിക് എന്ന് പറയുന്നത് ഒരു വീണ വിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കമ്പനിയാണെങ്കിൽ എനിക്കത് പറയാൻ കഴിയില്ല. പക്ഷെ വീണ വിജയൻ അവിടെ മുഖ്യമന്ത്രിയുടെ മകളാണ്. ആ മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയിലാണ് ആ പണം കൈപ്പറ്റിയതെന്ന് കൃത്യമായി ഇന്റർം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിലും, അത് മാത്രമല്ല കഴിഞ്ഞ ദിവസം ബാംഗ്ലൂർ ഹൈക്കോടതിയുടെ ഉത്തരവിൽ ഇതിന്റെ പുറകോട്ടുള്ള രേഖകൾ മുഴുവൻ നമ്മൾ കണ്ടില്ലേ? പിന്നെ എല്ലാം ഉണ്ടല്ലോ, ഈ EDയുടെ അന്വേഷണം മുതലുള്ള കാര്യങ്ങളുണ്ട്. നന്ദി ശ്രീ ഷോൺ ജോർജ്, നന്ദി ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചതിന്. ഇപ്പോൾ ഈ നേരത്തെ ശ്രീ CR നീലകണ്ഠൻ പറഞ്ഞ ഈ തോട്ടപ്പള്ളിയിലെ തന്നെ ഈ രംഗത്ത് ഈ കരിമണൽ ഖനനം ചെയ്യുന്നതിനെതിരെ പ്രവർത്തിക്കുന്നവരിൽ ഒരു പ്രധാനിയായ സുരേഷ് തോട്ടപ്പള്ളി ടെലിഫോൺ ലൈനിൽ. ശ്രീ സുരേഷ്, ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്ത കാര്യങ്ങളെല്ലാം ശരിയല്ലേ? വലിയൊരു കൊള്ള അവിടെ നടക്കുന്നില്ലേ? അതിൽ ഈ മാസപ്പടി വിവാദം കൂടി വന്നതോടെ ഇതിന് പിന്നിലെ മറ്റ് കരങ്ങളും സംശയിക്കുന്നുണ്ടോ? ഹലോ സുരേഷ്, കേൾക്കാമോ? കേൾക്കാം സാർ, കേൾക്കാം. സുരേഷ്, വലിയൊരു കൊള്ള തന്നെയാണോ നടക്കുന്നത് ഇപ്പോൾ തോട്ടപ്പള്ളിയിൽ? സാറേ, ഇത് ഈ ലോകം കണ്ട ഏറ്റവും വലിയ അഴിമതിയായിട്ട് ചിത്രീകരിക്കപ്പെടാൻ പോവുകയാണ് വരുന്ന ആളുകളിൽ. ഇത്രയും വലിയ വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു അഴിമതിയാണ് ഇത്. 2019 ഒരു ഓർഡറിനെ കുറിച്ച് സാർ ഇപ്പോൾ സൂചിപ്പിച്ചില്ലേ? ആ 2019 ഓർഡർ വായിക്കുമ്പോൾ ഡോക്ടർ MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷനും IITയും പറഞ്ഞതനുസരിച്ചിട്ടാണ് ഇവിടുന്ന് മണൽ നീക്കുന്നത് എന്നാണ് ആ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട് MS സ്വാമിനാഥനോ IITയോ ഒരു പഠനം ഇവിടെ നടത്തിയിട്ടില്ല. പക്ഷേ ഇത് CMRLന്റെ ഉദ്യോഗസ്ഥരും IRE KMMലും ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വവും കൂടെ വളരെ ഗൂഢമായി ആലോചിച്ചുണ്ടാക്കിയ ഒരു ഉത്തരവാണ്. മൈനിങ് എന്നൊരു ടേം ഇവിടെ പറയുന്നില്ല. MS സ്വാമിനാഥനും IITയും പറഞ്ഞതുകൊണ്ടാണ് ഇവിടെ ചെയ്യുന്നതെന്നാണ് ഇവർ പറയുന്നത്. ഏറ്റവും രസകരമായ ഒരു വസ്തുത, ഈ MS സ്വാമിനാഥൻ
ഇവിടെ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചത് സൈറ്റിലൊക്കെ നോക്കിയാൽ കിട്ടും. 2007 അദ്ദേഹം അത് ഇറക്കുന്നത്. അത് ഈ വെറ്റ് ലാൻഡ് എക്കോ സിസ്റ്റത്തിന് അതിനെ മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു വലിയ പഠനമാണ്. അതിൽ അദ്ദേഹം AC കനാല് വൃത്തിയാക്കുന്നതിനെ കുറിച്ചും ജലനിർഗമന മാർഗങ്ങൾ വൃത്തിയാക്കിക്കൊണ്ടുവരുന്നതിനെ കുറിച്ചും ഈ സ്പിൽവേ കനാൽ എന്ന് പറയും, സ്പിൽവേ കനാൽ, അതായത് സ്പിൽവേ പാലത്തിൽ നിന്ന് കിഴക്കോട്ട് പമ്പ നദി അച്ചൻകോവിൽ ആറും സംഗമിക്കുന്ന സ്ഥലം 11 കിലോമീറ്ററാണ്. അവിടെ ഡീസിൽട്ടിങ് നടത്തണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ ഡീസിൽട്ടിങ് പ്രക്രിയ ഒന്നും ചെയ്തില്ല. ഇവിടെ M.S. സ്വാമിനാഥൻ ഇവിടുന്ന് പൊഴി മുഖത്തുനിന്ന് മണല് നീക്കണമെന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. അദ്ദേഹം ഇത് പറഞ്ഞത് KMML-നും IRA-ക്കും കൊടുത്തിരിക്കുന്ന ഈ ലൈസൻസ് ഉണ്ടല്ലോ, അതാണല്ലോ ഈ 2019 എഗ്രിമെന്റിൽ ഉള്ളത്. 464 പെർ മീറ്റർ ക്യൂബ് വെച്ചിട്ട് കരിമണൽ എടുക്കാം എന്നുള്ള കാര്യം. അതെങ്ങനെ CMRL-ലേക്ക് ഡൈവേർട്ട് ചെയ്ത് പോകുന്നു ശ്രീ സുരേഷ്? അത് വലിയ രസമാണ് സാർ. അതായത് ഈ പൊഴിമുഖത്ത് നമ്മുടെ തോട്ടപ്പള്ളിയിൽ 2013 ഖനനം തുടങ്ങി. IRA-ൽ 2013 തോട്ടപ്പള്ളിയിൽ ഖനനം തുടങ്ങി. ഹാർബറിൽ അവര് കൊണ്ടുപോയ മണ്ണിന് ഒരു കണക്കുമില്ല. അതിനുശേഷമാണ് 2020 ഇവിടെ ഖനനം തുടങ്ങുന്നത്. അപ്പോ ഈ നമ്മുടെ KMML-നെ കൊണ്ടൊരു എഗ്രിമെന്റ് ഒപ്പിടിക്കുകയാണ്. KMML-നെ കൊണ്ടൊരു എഗ്രിമെന്റ് ഒപ്പിടിച്ചത് KMML ആണ് പൊഴിമുഖത്തുനിന്ന് മണലെടുക്കുന്നത്. അപ്പോ KMML പൊഴിമുഖത്തുനിന്ന് മണലെടുത്തപ്പോ KMML-ന് നേരിട്ട് ഇൽമനൈറ്റ് CMRL-ന് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം ഇൽമനൈറ്റ് ഏറ്റവും കൂടുതൽ വേണ്ടത് KMML-ആണ്. അതുകൊണ്ട് അവിടെ IREL എന്ന് പറയുന്ന ആ പൊതുമേഖലാ സ്ഥാപനത്തെ ക്ഷണിക്കുകയാണ്, ഇൻവൈറ്റ് ചെയ്യുകയാണ് KMML. എന്നിട്ട് അവരോട് പറയുകയാണ്, അവര് തമ്മിലൊരു കരാറുണ്ടാക്കി. IREL-ഉം KMML-ഉം തമ്മിലൊരു കരാറുണ്ടാക്കി. പകുതി ഇവിടുന്ന് എടുക്കുന്ന മണല് പകുതി IREL കൊണ്ടുപോകണം, പകുതി KMML കൊണ്ടുപോകണം. എന്നിട്ട് വേറൊരു ഉറപ്പും കൂടെ അവര് തമ്മിലുണ്ടാക്കി. ഇവിടുന്ന് IREL കൊണ്ടുപോകുന്ന ആ കരിമണലിലെ ഇൽമനൈറ്റ് മുഴുവൻ KMML-ന് തരണം. അത് പാലിക്കപ്പെട്ടിട്ടില്ല. കാരണം ഇവിടുന്ന് മണലെടുക്കുന്ന അവസരത്തിൽ CMRL-ലേക്ക് KMML 100 കണക്കിന് ലോറി മണലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊരു വലിയ ഗൂഢ ശ്രമത്തിന്റെ ശരിയാണ് സുരേഷ്. താങ്കൾ ദയവായി തുടരുക. ശ്രീ M. ജയചന്ദ്രൻ സാറിന് പോകേണ്ടതുള്ളത് കൊണ്ടാണ്. ശ്രീ M. ജയചന്ദ്രൻ, ഇതൊക്കെയാണ് നടക്കുന്നത്. ഇതെല്ലാം നടക്കുന്നത് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് കരിമണൽ നൽകുന്നു, ഖനനാനുമതി നൽകുന്നു എന്നുള്ള ഒറ്റ കാര്യത്തിലാണ്. ശ്രീ M. ജയചന്ദ്രൻ എന്ത് മനസ്സിലാക്കണം? അല്ല, ഇപ്പോൾ ഷോൺ ജോർജ് പറഞ്ഞതും ഇപ്പോൾ സുരേഷ് തോട്ടപ്പള്ളി പറഞ്ഞതും തമ്മിലൊന്ന് ആലോചിച്ച് നോക്കൂ. പിന്നെ അതിലുള്ള തർക്കങ്ങളെക്കുറിച്ച് ഞാൻ സമയമില്ലാത്തതുകൊണ്ട് വിശദീകരിക്കുന്നില്ല മഞ്ജുഷ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇതിൻ്റെ അകത്ത് ഏത് ഗവൺമെൻറ് എന്നുള്ളതല്ല, ഇറസ്പെക്റ്റീവ് ഓഫ് എനി ഗവൺമെൻറ് അത് അത്തരത്തിലുള്ള തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ, നിയമാനുസൃതം എന്താണ് നടപടി എടുക്കേണ്ടത് എടുക്കട്ടെ. അതിലല്ലോ ഞാൻ ആ കാര്യത്തിലല്ലോ തർക്കിക്കുന്നത്. ഇതിനെ മറ്റ് ഒരുപാട് വിഷയങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ മകള് ഒരുപാട് പൈസ ഉണ്ടാക്കി എന്നുള്ള നിലയിൽ പിന്നെ എന്തൊരു ബിൽഡപ്പാണ് ഇത് ഈ ചർച്ചയിൽ അടക്കം കൊണ്ടുവരുന്നത്. പക്ഷേ എന്തിനെങ്കിലും ഏതായാലും ശ്രീ M.R. അഭിലാഷ് അത് ഭംഗ്യന്തരാണ് സൂചിപ്പിക്കുകയുണ്ടായി. ഇതൊക്കെ തെളിയിക്കപ്പെടേണ്ടതാണ്. എന്നാലും ധാർമ്മികത എന്നുള്ളതിനപ്പുറം സംസ്ഥാനത്തിന്റെ സമ്പത്ത് എന്നുള്ള ഇഷ്യൂവിലേക്ക് അദ്ദേഹം വരുന്നുണ്ട്, കുറേശ്ശെയായിട്ടാണെങ്കിലും. അത്രയും നല്ലത്. ഇതിപ്പോൾ പിന്നെ ഒരു തെളിവും ഇല്ലെങ്കിലും ആരോപിക്കാൻ തീരുമാനിച്ചിറങ്ങുന്നവർക്ക് ആരുടെ പുറത്തും ആരോപിക്കാം എന്നുള്ളതാണല്ലോ. ഇപ്പോൾ ഷോൺ ജോർജിന്റെ ഇന്നത്തെ പത്രസമ്മേളനത്തിൽ വിതരണം ചെയ്ത റിലീസ്, ആ റിലീസിൽ പറയുന്ന ഒരു സെന്റൻസ്, അതൊന്നും പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയാതെ കേട്ടോ. പിന്നെ 2019 വരെയാണ് ഇത് നമ്മുടെ ഇൻകം ടാക്സ് അന്വേഷിച്ചതും ഇൻട്രീം സെറ്റിൽമെന്റ് ബോണ്ട് വിധി CMRL-നെ പറ്റി ഉണ്ടായതും. എന്നാൽ അതിനുശേഷവും ചില ഗുരുതരമായ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, സീരിയസ് ഫ്രോഡ് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് അതുകൂടെ അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് അദ്ദേഹത്തിന് പുതിയ കണ്ടൻഷനായിട്ട് ഇന്ന് വന്നേക്കുന്നത്. അപ്പോൾ അതിന് വേറൊരു പശ്ചാത്തലം ഉണ്ടെന്നാണ് വിചാരിക്കുന്നത്. ആ പശ്ചാത്തലം വിശദമായി ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അത് മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ കൈകൾ പരിശുദ്ധമായിരിക്കണം, അത് കേരള സമൂഹം ആഗ്രഹിക്കുന്ന ഒന്നല്ലേ? അപ്പോൾ ഇതുകൂടി അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരട്ടെ. അല്ല, അതുകൊണ്ടല്ല, അതുകൊണ്ട് മാത്രമല്ല കേട്ടോ. ഇപ്പൊ ശ്രീ M.R. അഭിലാഷ് ഈ ചർച്ചയിൽ ഉണ്ടല്ലോ അല്ലേ? എനിക്ക് അദ്ദേഹത്തെ ഒരു ചോദ്യം ചോദിക്കാനുണ്ട്, അതുകൊണ്ടായിരുന്നു. ഉണ്ടോ ചർച്ചയിൽ? ഉണ്ട്.
ഹലോ, ചർച്ചയിലുണ്ട്. അദ്ദേഹത്തോടാണ് എൻ്റെ ഒരു ചോദ്യം. പിന്നെ പിന്നെ ശ്രീ M.R. അഭിലാഷിനോടാണ്. ഈ കഴിഞ്ഞ ദിവസം കർണാടക ഹൈക്കോടതിയിൽ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ASG അരവിന്ദ് മേത്തയാണല്ലോ ഹാജരാകുന്നത് പിന്നെ കമ്പനീസിന് വേണ്ടി, പിന്നെ കോർപ്പറേറ്റ് അഫയേഴ്സിന് വേണ്ടി. അപ്പോൾ അദ്ദേഹം പിന്നെ അദ്ദേഹത്തിന് എന്തോ അരവിന്ദ് കാമത്താണ്, സോറി, മറ്റേ അരവിന്ദ് ദത്താർ, അതെ അരവിന്ദ് കാമത്താണ് ASG, അരവിന്ദ് ദത്താർ വീണയ്ക്ക് വേണ്ടി. അപ്പോൾ വീണയുടെ അഭിഭാഷകൻ പറയുന്നു ഇത് 1.72 കോടി രൂപയുടെ ഈ കേസ് SFIO അന്വേഷിക്കേണ്ടതല്ലോ, അത്തരം കാര്യങ്ങൾക്കാണ് SFIO ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് ചോദിക്കുമ്പോൾ മിസ്റ്റർ കാമത്ത് തിരിച്ച് ASG പറയുകയാണ് ഇത് കേവലം 1.72 കോടി രൂപയുടെ പ്രശ്നമല്ല, ഇതൊരു സീരിയസ് എക്കണോമിക് ഒഫൻസ് ആണ്, അതുകൊണ്ട് തന്നെയാണ് SFIO അന്വേഷിക്കണമെന്ന് കേന്ദ്രം തീരുമാനിച്ചതെന്ന് പറയുന്നു. കോടതി അത് മുഖവിലേക്ക് എടുത്തുകൊണ്ടാണ് കോടതിയുടെ ബാക്കി കാര്യങ്ങളിലേക്കെല്ലാം കടക്കുന്നതും നമ്മളത് വായിക്കുന്നതും. ഇപ്പോൾ അതുണ്ടല്ലോ. എൻ്റെ ചോദ്യം ശ്രീ അഭിലാഷ് ഇതാണ്. പിന്നെ ഈ 2023 ജൂൺ 12-നാണല്ലോ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് പുറത്തു വരുന്നത്. നമ്മളൊക്കെ പിന്നെ എല്ലാവരും വായിക്കുന്നത്. താങ്കൾ ലേൺഡ് കോൺസലാണ്, താങ്കൾ അത് നിയമപരമായി തന്നെ അപഗ്രഥിക്കുന്ന ആളുമാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ അകത്ത് 71 പേജുള്ള ഉത്തരവിൽ 70-ാം പേജിൽ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞൊരു ചെറിയ പാരഗ്രാഫുണ്ട്. ആ ചെറിയ പാരഗ്രാഫിൽ പറയുന്നു ഇവർക്ക് ഈ CMRLന് പ്രോസിക്യൂഷൻ ഇമ്മ്യൂണിറ്റി ഗ്രാന്റ് ചെയ്യുന്നു. ആര്? ഈ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ്. അതുകൊണ്ട് തന്നെ പെനാൽറ്റിയും ഇല്ല അവർക്ക്. എൻ്റെ ചോദ്യം അവിടെയാണ്. ഈ പ്രോസിക്യൂഷൻ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഈ കേസിലാണ്, ഇൻകം ടാക്സ് കേസിലാണ് സെറ്റിൽമെന്റ് ബോർഡ് പ്രോസിക്യൂഷൻ ഇമ്മ്യൂണിറ്റി കൊടുക്കുന്നത്. ഇവിടെ അരവിന്ദ് കാമത്ത് അവിടെ ചൂണ്ടിക്കാണിക്കുന്ന ഇതാണ്, 135 കോടി രൂപയുടെ ഫ്രോഡാണ് കാണിക്കുന്നത്. എങ്ങനെയാണ് അത്? ബേസ് എന്താണ്? ഇൻകം ടാക്സ്, ആദായ നികുതി വെട്ടിപ്പ് നടത്തി. ആദായ നികുതി തന്നെയാണ് അവിടെയും പ്രശ്നം. ആ വെട്ടിപ്പാണ് സെറ്റിൽമെന്റ് ബോർഡ് സെറ്റിൽ ചെയ്യുന്നത് പിന്നീട് ടോട്ടലി. അപ്പോൾ അതിൻ്റെ അകത്ത് വേറെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ സമയക്കുറവുകൊണ്ട് പറയുന്നില്ല. അപ്പോൾ അങ്ങനെ ഇമ്മ്യൂണിറ്റി ഉള്ള ഒരു കേസിൽ CMRL അല്ല എക്സാലോജിക്കിനോ പിന്നെ KSIDCക്കോ ഇമ്മ്യൂണിറ്റി ഇല്ല, അവർ CMRL മാത്രമേ ഉള്ളൂ. എങ്ങനെയാണ് ഈ 135 കോടി കർണാടക ഹൈക്കോടതിയിൽ പിന്നെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുക എന്നൊരു സംശയം ഞാൻ ചോദിക്കുകയാണ് CMR അഭിലാഷിനോട്. വളരെ അങ്ങ് ആദ്യം ഉന്നയിച്ച ചോദ്യത്തിലേക്ക് ഞാൻ വരാം. താങ്കൾ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടി പറയാം. ഈ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന് ഈ CMRLുമായിട്ട് ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള നടപടികൾക്കും ഇമ്മ്യൂണിറ്റി കൊടുക്കുവാനുള്ള അധികാരം ഉണ്ടെങ്കിൽ തന്നെയും ഈ ഓർഡറിൽ കൊടുത്തിരിക്കുന്നത് IT ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പീനൽ പ്രൊസീഡിങ്സിനുള്ള ഇമ്മ്യൂണിറ്റിയാണ് കൊടുത്തിട്ടുള്ളത്. അഴിമതി നടത്തുന്നതിനെ സംബന്ധിച്ച് CBI അന്വേഷിച്ചാലോ മണി ലോണ്ടറിംഗ് സംബന്ധിച്ചുള്ള അന്വേഷണം വന്നാലോ ഒന്നും അവിടെ ഇമ്മ്യൂണിറ്റി ഇല്ല. ഒരു പരിമിതമായിട്ട് ഇമ്മ്യൂണിറ്റി മാത്രമാണ് ഈ ഉത്തരവ് വഴി കൊടുത്തിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തുന്നതിൽ ഒരു നിയമപരമായിട്ടുള്ള പരിമിതിയും ഇല്ല. ഇൻകം ടാക്സ് ആക്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എല്ലാ തരത്തിലുള്ള പാർലമെന്ററി നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണങ്ങളിൽ നിന്ന് ഇമ്മ്യൂണിറ്റി കൊടുക്കുവാനുള്ള അധികാരം ബോർഡിനുണ്ട്. പക്ഷെ അവർ അതല്ല കൊടുത്തിരിക്കുന്നത്. ഈ ഉത്തരവിൽ കൊടുത്തിരിക്കുന്നത് വളരെ പരിമിതമായിട്ടുള്ള ഇമ്മ്യൂണിറ്റിയാണ്. 2, ഇപ്പോ ഈ 135 കോടി രൂപ ഇത്ര രാഷ്ട്രീയക്കാർക്കൊക്കെ കൈയയച്ച് ഈ കൺവീനിയൻസിന് വേണ്ടി ഇങ്ങനെ കൊടുക്കേണ്ടി വന്നു എന്ന് അദ്ദേഹം ഒരു തരത്തിൽ അവിടെ കൺഫസ് ചെയ്തിട്ടുള്ളത്. അതിനെ സംബന്ധിച്ച് ഈ ഇദ്ദേഹത്തിന്റെ ഓഫീസിൽ നടന്നിരിക്കുന്ന റെയ്ഡിൽ നിന്നും സീസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ ഉണ്ട്. ആ മെറ്റീരിയലിനെ സംബന്ധിച്ചിട്ട് ഇദ്ദേഹത്തിനെ ഇൻട്രോഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ CBI ആണെങ്കിലും ED ആണെങ്കിലും SFIO ആണെങ്കിലും ഒക്കെ ഇൻട്രോഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അവരോട് ഉത്തരം പറയേണ്ടതായിട്ടുണ്ട് എന്ന് മാത്രമല്ല ഈ ചെകുത്താനും കടലിനും ഇടയ്ക്ക് വരുന്ന ഒരു സാഹചര്യത്തിലാവും അദ്ദേഹം. കാരണം അദ്ദേഹം മറിച്ച് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ മുൻപിൽ ഡിസ്ക്ലോസ് ചെയ്യുന്നത് ഫോൾസ് ആണ് എന്നതുകൊണ്ട് IT ഡിപ്പാർട്ട്മെന്റിന് കൊടുത്തിട്ടുള്ള ആ ഇമ്മ്യൂണിറ്റിയും വേബി ചെയ്തതും അത് അവര് തിരിച്ചെടുക്കും. അതിനെ അർത്ഥം ഏതെങ്കിലും രീതിയിൽ ഇത് ഡിനൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ IT ഡിപ്പാർട്ട്മെന്റിലും ഇദ്ദേഹത്തിനെതിരെ ക്രിമിനൽ പ്രൊസീഡിംഗ്സ് ഇനിഷ്യേറ്റ് ചെയ്യാൻ കഴിയും. അപ്പൊ ഒരു തരത്തിലും മറ്റ് ക്രിമിനൽ നടപടികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ SFIOയുടെ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ അദ്ദേഹത്തിന് ഒരു ഇമ്മ്യൂണിറ്റിയും ഇല്ല. അപ്പൊ ഇത്ര ഗുരുതരമായിട്ടുള്ള ഒരു കൺഫെഷന് സമാനമായിട്ടുള്ള ഒരു അഡ്മിഷൻ അദ്ദേഹം നടത്തിയിട്ടുള്ള സ്ഥിതിക്ക് ഇത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കണ്ടേ ശ്രീ ജയചന്ദ്രൻ?
അത് ശരി ഇടതുപക്ഷം ശരിയാണ്. ശ്രീ എം ഭരിക്കുന്നോ ജയചന്ദ്രൻ, വലതുപക്ഷം താങ്കൾക്ക് ഭരിക്കുന്നോ പോകാനുള്ളത് കൊണ്ട് BJP താങ്കൾ സമയം ഇപ്പോൾ തന്നെ പോയി. 7:45 താങ്കൾ സമയം പറഞ്ഞിരുന്നത്. ശ്രീ CR നീലകണ്ഠൻ, അപ്പോൾ ഇങ്ങനെ വരികയാണെങ്കിൽ ഇന്ന് ഷോൺ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇത് വലിയ ഊതിപ്പെരിപ്പിച്ച കണക്കാണോ എന്ന് അറിയില്ല, നമ്മൾ അങ്ങനെ സംശയിച്ചു പോകും. ഏകദേശം 40,000 കോടി രൂപയുടെ ഇടപാട് ഈ പറയുന്ന തോട്ടപ്പള്ളി സ്പിൽവേക്ക് മുന്നിലെ കരിമണൽ എടുക്കുന്നത് വഴി നടന്നിട്ടുണ്ട്. അത് ഈ ലഘൂകരിക്കുകയാണല്ലോ ചെയ്തത്. അതായത് വെറും 464 പെർ മീറ്റർ ക്യൂബ് എന്ന കണക്കിന് KMML-നും IRA-ക്കും നൽകുകയാണ് ചെയ്തത് ആ കരാർ. പക്ഷേ അതേ സമയത്ത് തന്നെ 30,000 രൂപയെങ്കിലും ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഉള്ള സമയവും ആയിരുന്നു. ഇതിൻ്റെ ഗുണഭോക്താവായിട്ട് ഒടുവിൽ CMRL എങ്ങനെ വന്നു എന്ന് ഇപ്പോൾ സുരേഷും ഇവിടെ വിശദീകരിച്ചു, അതുപോലെ തന്നെ ഷോണും വിശദീകരിച്ചു. ഇത്രയും വലിയ തുകയുടെ ഇടപാട് SFIOയ്ക്ക് മുന്നിലേക്ക് വരുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അതായത് 2,37,000 ക്യൂബിക് മീറ്റർ മണലെടുക്കാൻ സാങ്ഷൻ കൊടുത്തു. ഇപ്പോൾ തന്നെ അത് ഏതാണ്ട് 54,000-ഓളം ആയിക്കഴിഞ്ഞു. 54,000 മെട്രിക് ടൺ എടുത്തു കഴിഞ്ഞു. അങ്ങനെ വരുമ്പോൾ ഒരു വലിയ, നമുക്ക് സങ്കല്പിക്കാൻ പോലും ആകാത്ത ഒരു ഇടപാടായി മാറുകയല്ലേ തോട്ടപ്പള്ളി സ്പിൽവേക്ക് മുന്നിലെ ഈ കരിമണലെടുപ്പ്? ശ്രീ CR നീലകണ്ഠൻ. അല്ല, അത് വളരെ സിമ്പിളായിട്ട് കണക്കാക്കാമല്ലോ. ഒരു വർഷത്തെ കാശാണ് 135 കോടി, ഒരു വർഷം കൈക്കൂലി കൊടുത്ത കാശാണ് 135 കോടി. അപ്പോൾ കഴിഞ്ഞ 5-6 വർഷമായി എത്ര കൈക്കൂലി കൊടുത്തിട്ടുണ്ടാവും? ആ കൈക്കൂലി എത്രയും കൊടുക്കണമെങ്കിൽ നിങ്ങളുടെ പ്രോഫിറ്റിൻ്റെ, ഇപ്പോൾ CSR പോലെയാണല്ലോ ഇപ്പോൾ കൈക്കൂലി, അപ്പോൾ അതിന് എത്ര പ്രോഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും? അതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കൂ. പ്രോഫിറ്റിൻ്റെ 10% കൈക്കൂലി കൊടുത്തു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1,350 കോടി രൂപ ഒരു വർഷം അയാൾക്ക് കിട്ടിയിട്ടുണ്ടാവണം, അല്ലെങ്കിൽ അയാൾ കൊടുക്കില്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും തനിക്ക് കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ ഒരു നിശ്ചിത ശതമാനം കൊടുത്തു. അവിടെയാണല്ലോ നേരത്തെ പറഞ്ഞ ഈ പ്രോഫിറ്റിൻ്റെ ഒന്നുമില്ലെങ്കിൽ ഇതിൻ്റെ ഒരു 13% ഈ രാജ്യത്തിന് അവകാശം ഉണ്ടായിരുന്നു KSIDC വഴി. KSIDCക്ക് ഇതിൻ്റെ 13% കിട്ടുമായിരുന്നു. അതുപോലും കിട്ടിയിട്ടില്ല. ഇപ്പോൾ KSIDCക്ക് അതൊന്നും കിട്ടിയില്ല. ഈ കൊടുത്താൽ പിന്നെ എവിടെ കിട്ടും? KSIDC വക്കീലിനെ വെച്ച് കേസ് അന്വേഷിക്കരുതെന്ന് പറയാൻ പോവാണ്. KSIDCയുടെ പൈസ പോവുകയും ചെയ്തു. KSIDC എന്ന് പറഞ്ഞാൽ ഞാനും മഞ്ജുഷൊക്കെ അടങ്ങുന്ന, അഭിലാഷും അല്ലെങ്കിൽ ജയന്തരനും അടങ്ങുന്ന ഒരു കേരളത്തിൻ്റെ സമ്പത്താണല്ലോ നേരിട്ട്. അപ്പോൾ KSIDCക്ക് ഇത്രയും കിട്ടേണ്ടത്, അവിടുത്തെ പ്രോഫിറ്റ് എത്ര, മൊത്തം നഷ്ടമായ പ്രോഫിറ്റ് എത്ര, അത് അവിടെയാണ് ചോദ്യമുള്ളത്. എത്രയാണ് CMRLൻ്റെ ഉൽപ്പാദനം, എത്രയാണ് CMRL കാണിച്ചിട്ടുള്ള ഉൽപ്പാദനം, അതിന് എത്ര കരിമണൽ ആവശ്യമുണ്ട്, ആ കരിമണൽ എവിടെ നിന്ന് വന്നു? അദ്ദേഹം ജപ്പാനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്താണെങ്കിൽ കണക്ക് കാണുമല്ലോ. എവിടെ നിന്നാണ് CMRL കരിമണൽ കിട്ടിയത് എന്നും, എവിടെയാണ് KMML ഇത്രയും കരിമണൽ കിട്ടിയിട്ട് KMML എന്താണ് അതിന്റെ വളർച്ച വരാത്തത്? യഥാർത്ഥത്തിൽ KMML-ന്റെ പ്രൊഡക്റ്റായ സിന്തറ്റിക് റൂട്ടൈൽ അതേ ഉൽപ്പന്നം തന്നെയാണല്ലോ CMRL ഉൽപ്പാദിപ്പിക്കുന്നതും. അപ്പോൾ KMML-നല്ലേ ഇതിൽ ഇൽമനേറ്റിന്റെ ആവശ്യം കൂടുതലായിട്ട് വരുന്നത്, എന്നിട്ട് CMRL സപ്ലൈ ചെയ്യുന്നു. അല്ല, ഞാൻ പറഞ്ഞതാണ്, തോട്ടപ്പള്ളി ഖനനം തുടങ്ങിയിട്ട് KMML-ന്റെ ഉൽപ്പാദനം കുറയുന്നു, CMRL-ന്റെ ഉൽപ്പാദനം കൂടുന്നു, CMRL-ന്റെ റോ മെറ്റീരിയൽ ഇമ്പോർട്ട് കുറയുന്നു. ആ സമയത്ത് തന്നെ നേരത്തെ പറഞ്ഞ ഇൻ്ററിം സെറ്റിൽ ബോർഡിൻ്റെ ഓർഡറിൽ പറയുന്നു, ഞങ്ങൾക്ക് അസംസ്കൃത വസ്തു കിട്ടാനും ഞങ്ങളുടെ മലിനീകരണം പുറത്തു വരാതിരിക്കാനും അല്ലെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങൾ തടയാനും വേണ്ടിയാണ് ഞങ്ങൾ പണം കൊടുത്തത് എന്ന് നേരത്തെ അഭിലാഷ് പറഞ്ഞൊരു കാര്യമുണ്ട്. അവർ കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണത്. അവർ 2 കാര്യവും പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഞങ്ങൾക്ക് ഇത് കിട്ടണം, എന്താണ് ഞങ്ങൾ അതിൻ്റെ എന്തിനാണ് ഞങ്ങൾ കൈക്കൂലി കൊടുത്തതെന്ന്. അങ്ങനെ പറയുമ്പോൾ CMRL-ന്റെ ഉൽപ്പാദനത്തിൽ നിന്ന് തന്നെ സാമാന്യ ബുദ്ധിക്ക് എത്ര കരിമണൽ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ടെന്ന് അറിയാൻ SFIOക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെയാണെങ്കിൽ അത് വലിയ തോതിലുള്ള അഴിമതിയായിട്ടുണ്ട്. കാരണം KMML ഇതുവരെ ഇവർക്ക് ഇത് കൊടുത്തിട്ടില്ല എന്ന് പറയണേ. KMML-ഉം CMRL-ലുമായി ഒരു കരാറുമില്ല എന്നാണ് ശ്രീ രാജീവ് പറയുന്നത്. IRA-യുമായി കരാറില്ല എന്ന് പറയുന്നു. അപ്പോൾ പിന്നെ ഇവർക്ക് എവിടെ നിന്ന് മണൽ കിട്ടി? മണൽ ഇവർ ഖനനം ചെയ്യാൻ പാടില്ലല്ലോ. 2019 മുതൽ ഖനനം ചെയ്യാൻ പാടില്ലല്ലോ. ഇവിടുന്ന് എവിടെ നിന്ന് മണൽ കിട്ടി? ആ ഒറ്റ ചോദ്യത്തിൽ നിന്ന് തന്നെ KMML-ന്റെ പ്രൊഡക്ഷൻ എക്സ്പോർട്ട് ലിസ്റ്റിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വളരെ CMRL-ന്റെ എടുത്തു കഴിഞ്ഞാൽ വളരെ കൃത്യമായി എത്ര മണൽ അവർക്ക് കിട്ടിയെന്ന് മനസ്സിലാവും, അവരുടെ ഇപ്പോഴത്തെ സ്റ്റോറേജ്. കാരണം മുഖ്യമന്ത്രി ഇതുവല്ലോ നടക്കുമോ? നേരത്തെ തന്നെ ED അന്വേഷണം ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വന്നത് കർണാടക ഹൈക്കോടതിയുടെ ഉത്തരവിൽ ഈ നേരത്തെ കൊടുത്തിരുന്ന ഈ SFIO കൊടുത്തിരുന്ന സത്യവാങ്മൂലത്തിൽ നിന്നാണ്. അങ്ങനെ എത്രയോ അന്വേഷണങ്ങൾ, എന്നിട്ടും എന്തുകൊണ്ട് ഇതുവരെ ഒരു നടപടി ഉണ്ടായില്ല?
അല്ല, അതാ ഞാൻ പറഞ്ഞത്. അത് വേറെ വലിയ പൊളിറ്റിക്കൽ ക്വസ്റ്റ്യനാണ്. ഇതൊക്കെ ഏതർത്ഥത്തിലുള്ളതാണ്, ഇതിൻ്റെ പിന്നിൽ ഡീലുണ്ടോ, ഇതിൻ്റെ പിന്നിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ, ഇതൊക്കെ അന്വേഷിക്കേണ്ടതാണ് എന്നാണ്. അന്വേഷിക്കുമോ എന്നുള്ളത് അറിയില്ല. കാരണം നേരത്തെ പറഞ്ഞില്ലേ, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഒരു വർഷത്തിലേറെ കാലം ജയിലിൽ കിടന്നിട്ട് മുഖ്യമന്ത്രിയോട് ഇതുവരെ ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല. നേരെ മറിച്ച് അരവിന്ദ് കെജ്രിവാളിനോട് അടക്കമുള്ള ആളുകളോട് എങ്ങനെയാണ് ഇഡിയും ഒക്കെ പെരുമാറുന്നത് നമുക്കറിയാം. അപ്പോൾ ഇതൊക്കെ സംഭവിക്കാം. ഞാൻ സംഭവിക്കില്ല എന്ന് പറയുന്നില്ല, പക്ഷേ സംഭവിച്ചാൽ അത് വലിയ കൊള്ള കൊണ്ടുവരും. ശരി, നന്ദി ശ്രീ CR നീലകണ്ഠൻ, ശ്രീ അഡ്വക്കേറ്റ് MR അഭിലാഷ്, ശ്രീ M ജയചന്ദ്രൻ, ശ്രീ സുരേഷ് തോട്ടപ്പള്ളി, ശ്രീ ഷോൺ ജോർജ് പ്രൈം ഡിബേറ്റിൽ പങ്കെടുത്തു. ഇന്നത്തെ പ്രൈം ഡിബേറ്റിലെ ചോദ്യം ഇതായിരുന്നു: CMRL എക്സാലോജിക് ഇടപാടും കരിമണൽ ഖനനവും തമ്മിൽ ബന്ധമുണ്ടോ? ബന്ധമുണ്ടെന്ന് 92% പ്രേക്ഷകർ, ഇല്ല എന്ന് 5%, നിഷ്പക്ഷം 3%. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. കർണാടക